സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം, നല്ല ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമ്മളോടൊപ്പം തൃശ്ശൂർ കൊരട്ടിയിൽ നിന്ന് പ്രിയപ്പെട്ട എലിസബത്ത് ആൻറ്റി ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ കഥയിൽ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. നമുക്ക് ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. ഈ വീഡിയോ കാണുന്ന ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അതിനായി നമുക്ക് ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന പ്രിയ എലിസബത്ത് ആൻറ്റിക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. മുറ്റുമായി സമർപ്പിക്കുകയാണപ്പ. ഞങ്ങളുടെ കുറവശങ്ങൾ ക്ഷമിക്കണം. ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ഈ ശുശ്രൂഷയുടെ അവസാന സമയം വരെയും പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം, അനുഗ്രഹം ഉണ്ടാകണം. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകലമാനും മഹത്വം എടുത്ത് കർപ്പിക്കുന്നു. യേശു മൂലധർമ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ഉറപ്പിച്ചതുപോലെ തൃശ്ശൂർ കൊരട്ടിയിൽ നിന്ന് പ്രിയപ്പെട്ട എലിസബത്ത് ജോർജ് ആൻറ്റിയാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ ആൻറ്റിയെ എൻ്റെ കഥയുടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ് ആൻറ്റി. ഒത്തിരി സന്തോഷമുണ്ട് ആൻറ്റി ഞങ്ങളോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ കടന്നു വന്നതിൽ. കൊരട്ടിയില താമസിക്കുന്നത് അല്ലേ? കൊരട്ടി ഹോം ടൗൺ ആണ്, പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന പോസ്റ്റ് ഓഫീസ് സൗത്ത്, അതായത് പൊങ്ങം എന്ന് പറയും. പൊങ്ങം. ഓക്കെ, ഓ ശരി. അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള 2-3 പെട്രോൾ പമ്പുകള്, അപ്പോളോ ഹോസ്പിറ്റല്, നൈപുണ്യ പ്രൊഫഷണൽ കോളേജിന്റെ ഒക്കെ ഞാൻ ഹൈവേ തന്നെ താമസിക്കുന്നത്. തൃശ്ശൂർ ബൗണ്ടറി. തൃശ്ശൂർ ബൗണ്ടറിയാണ്. ജനിച്ചു വളർന്നൊക്കെ എവിടെയാണ്? ജനിച്ചു വളർന്നത് ഞാൻ ഫോർട്ട് കൊച്ചിയിലാണ്. വളരെ കുറച്ച് 3ാം ക്ലാസ്സിലായപ്പോഴേക്കും ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. അപ്പച്ചനും അമ്മച്ചിക്കും ജോലിയായിരുന്നു, അപ്പൊ അവര് നാട്ടിലേക്ക് വരേണ്ട വന്നു. അപ്പൊ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നാട്ടിലേക്ക് തൃശ്ശൂരേക്കോ അതോ? ജില്ലയിലേക്ക് വന്നു. തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടിയിൽ ഒരു മധുര കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ത്രെഡ് മിൽ ഉണ്ടായിരുന്നു പണ്ട്. ഫേമസ് ആണത്. അത് വളരെ ഫേമസ്. ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും ജീവിച്ചത് ഈ ത്രെഡ് മിൽ കൊണ്ടായിരുന്നു. ഇപ്പൊ ക്ലോസിംഗ് ആണ്. അത് ഭയങ്കര പ്രശ്നമൊക്കെ വന്നിട്ട് അത് സ്ട്രൈക്കൊക്കെ ആയി അത് ക്ലോസ് ചെയ്തു പോയി. പക്ഷെ അന്നൊക്കെ എൻ്റെ ഫാദറും മദറും ജോലിയിലായതുകൊണ്ട് ഇവിടെ വന്നു. അവരത് ജോയിൻ ചെയ്തു. അപ്പൊ ഒരു സ്ഥലമൊക്കെ വാങ്ങി കൊരട്ടി തന്നെ താമസിക്കാനിടയായി. അങ്ങനെ പഠനമൊക്കെ പിന്നീട് കൊരട്ടിയിലായിരുന്നു. അതുപോലെ അതിനുശേഷമാണ് ഓരോ കാര്യങ്ങൾ നടന്നത്. അതെ അതെ അതെ. അപ്പം കുടുംബത്തെ കുറിച്ചൊന്ന് പറയാം, മാതാപിതാക്കളെ കുറിച്ച് പറയാം, ജനിച്ചു വളർന്ന പശ്ചാത്തലം പറയാം, അതുപോലെ ആന്റിയുടെ കുടുംബം, ഇതൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അത് അനുഗ്രഹമായിരിക്കും. ഓക്കെ പക്ഷെ പറയാം. ഞാനത് പറയാം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിന്റെ ഒരു ഉത്തമ സാക്ഷിയായി നിൽക്കുവാൻ, അതിലൂടെ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമടിയനെ തിരഞ്ഞെടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ മാന്യ ശ്രോതാക്കൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഈ ഒരു അവസരം തന്ന പ്രിയപ്പെട്ട പാസ്റ്ററിനും സ്റ്റാൻസിനും പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുവാണ്. ആദ്യമായിട്ട് എന്നെ സ്പർശിച്ച, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തന്ന ഒരു നല്ലൊരു ഗാനത്തെ പാടിക്കൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ആരൊക്കെ മറന്നാലും നമ്മെ കൈവിടാത്ത, നമ്മളെ കരുതുന്ന, നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ നല്ല ദൈവത്തിന്റെ ഒരു ആശ്രയിക്കുന്ന ഒരു പാട്ട് ഞാൻ പാടിക്കൊണ്ട് ദൈവത്തിൽ എൻ്റെ സാക്ഷ്യത്തെ തുടരാം. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? കാക്കയാൽ ആഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ
പോറ്റിയവൻ, കാക്കയാൽ ആഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ, കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോൽ നമ്മെ കാക്കുന്നവൻ, കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോൽ നമ്മെ കാക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? മരുഭൂമിയിൽ മന്ന നൽകിയവൻ, മാറയെ മധുരമായി തീർത്തവൻ. മരുഭൂമിയിൽ മന്ന നൽകിയവൻ, മാറയെ മധുരമായി തീർത്തവൻ. മാറാത്തവൻ, ചിറകിൽ മറയ്ക്കുന്നവൻ, മഹത്വത്തിൽ എന്നെ ചേർക്കുന്നവൻ. മാറാത്തവൻ, എന്നെ മറയ്ക്കുന്നവൻ, മഹത്വത്തിൽ എന്നെ ചേർത്തവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? പ്രൈസ് ലോർഡ്. നല്ല മനോഹരമായിട്ട് പാടി ആന്റി, ദൈവത്തിന്റെ സ്തോത്രം. നല്ല സ്വരം ആന്റി. അങ്ങനെ പാട്ട് പാടാറുണ്ടോ? ഞാന് ചെറുപ്പത്തില് എന്റെ വീട്ടിലെല്ലാവരും കുഞ്ഞു കുഞ്ഞായിട്ട് പാടും. എന്റെ അമ്മച്ചി ഒരു സിംഗർ ആയിരുന്നു. ഓ. പിന്നെ ഞാന് പള്ളിയിലെ പാട്ടുകാരിയായിരുന്നു. ഞാൻ കാത്തലിക് പശ്ചാത്തലത്തിൽ നിന്ന് വന്നത്. ഓ ശരി. കാത്തലിക് പള്ളിയിലൊക്കെ കൊയറിലൊക്കെ പാടുമായിരുന്നു അല്ലേ? കൊരട്ടി പള്ളിയിലെ ആ ഫസ്റ്റ് കൊയറിലെ ഫസ്റ്റ് സിംഗർ ആയിരുന്നു ഞാൻ. ആഹാ. അത് കഴിഞ്ഞിട്ട് ഒത്തിരി പേര് എനിക്ക് തോന്നുന്നു തൃശ്ശൂർക്കാർക്ക് പൊതുവെ ഈ പാട്ടിനോടും, തൃശ്ശൂർ ക്രിസ്ത്യൻസിന് പാട്ടിനോടും മ്യൂസിക്കിനോടും ഇൻസ്ട്രുമെന്റ് വായിക്കുന്നതിനോടൊക്കെ പല കുടുംബങ്ങൾക്കും താല്പര്യമുണ്ട് അല്ലേ? ഞങ്ങള് കുഞ്ഞിലേക്ക് തന്നെ അന്ന് ഓർഗൻ ഇല്ല പക്ഷെ എന്റെ ചെറുപ്പത്തില് ഞാൻ കണ്ടിട്ടില്ല. അന്ന് ഹാർമോണിയവും തബലയും പഠിച്ചു. ഞാൻ ഒത്തിരി അങ്ങ് പഠിച്ചല്ല, കുറച്ച് ഹാർമോണിയം ഒരുപാട് വായിക്കുമായിരുന്നു, പിന്നെ തബലയും കുറച്ച് അറിയുമായിരുന്നു, പിന്നെ ഗിറ്റാറിസ്റ്റ് വന്നപ്പോൾ അദ്ദേഹത്തിന് എന്നെ പഠിപ്പിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പൊ ഗിറ്റാറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ കുറച്ച് പഠിച്ചു. കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർഗനും കുറച്ച് പഠിച്ചു. ഒന്നും പൂർത്തീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എന്നാൽ അതിലൊക്കെ ഒന്ന് അത് കൊരട്ടിയിൽ ഞങ്ങൾക്ക് അങ്ങനെ ഉള്ളത് കൊണ്ട്, ഇപ്പൊ കൊയറിലെ പള്ളിയിലുള്ളത് കൊണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇതിന് വേണ്ടിയിട്ട് ക്ലാസ് ഒക്കെ അച്ഛൻ എടുത്തത് കൊണ്ട് അങ്ങനെ പഠിച്ചായിരുന്നു അന്ന് കാലത്ത്. അത് ഞാൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് കൊരട്ടി പള്ളിയിൽ ഫസ്റ്റ് കൊയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ 6th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എന്റെ ഇയർ ഞാൻ പറയാം, ജനനൊക്കെ പറയുമ്പോൾ അതിൽ അറിയാൻ പറ്റും 6th സ്റ്റാൻഡേർഡിലുള്ള ഏജ്. ശരി, കേൾക്കാൻ അനുഭവങ്ങൾ കേൾക്കാൻ, ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറഞ്ഞാട്ടെ, കേൾക്കാൻ റെഡിയാണ്. എനിക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. എന്റെ ജനനം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫോർട്ട് കൊച്ചിയിലായിരുന്നു. എന്റെ അപ്പച്ചന്റെ പേര് ബെഞ്ചമിൻ തോമസ്, അമ്മച്ചിയുടെ പേര് മർത്ത ബെഞ്ചമിൻ. അവർ രണ്ടുപേരെയും 8 മക്കളിലെ ഇളയ മകളായിരുന്നു ഞാൻ പ്രായാധിക്യത്തിൽ എൻ്റെ അമ്മച്ചിക്ക് ഉണ്ടായ മകളായതുകൊണ്ട് അമ്മച്ചിക്ക് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട്, ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അപ്പച്ചന്റെ കമ്പൽഷൻ മൂലം ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു. ആ മകളാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ കൊച്ചുമകള്. അങ്ങനെ ദൈവം ഈ ഭൂമിയിൽ ഒരുവനെ ദൈവത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടോ, അത് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും, എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, എന്തൊക്കെ പ്രതികൂലം, എന്തൊക്കെ പ്രശ്നങ്ങളും എന്തൊക്കെ വന്നാലും
കർത്താവ് ഈ ഭൂമിയിൽ അവനെ നിർത്തുക തന്നെ ചെയ്യും. എൻ്റെ ഇനിയുള്ള സാക്ഷികളൊക്കെ കേൾക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ജനിച്ചൊരു മോളാണ് ഞാൻ. 8 മക്കളിൽ ഇളയതായതുകൊണ്ട് എല്ലാവർക്കും എന്നോട് വളരെ സ്നേഹമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ കർത്താവിന്റെ കൃപയാൽ ഞാൻ വളരുവാൻ, അമ്മച്ചി നല്ല ഭക്തയായ ഒരു സ്ത്രീയായിരുന്നു. ദിവസവും ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോവുകയും, നമുക്കറിയാലോ ഒരു കാത്തലിക് പശ്ചാത്തലത്തിൽ ജനിച്ചത് കൊണ്ട് വളരെ ഭക്തി നിർഭരമായ ജീവിതമായിരിക്കും ഞങ്ങളുടെ സന്ധ്യയിൽ പ്രാർത്ഥന. അതുപോലെ സൺഡേ ഞങ്ങൾക്ക് സൺഡേ സ്കൂളും അതുപോലെ സൺഡേ മാസുകളും ഹോളി മാസും അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ കന്യാസ്ത്രീ മഠത്തിൽ പഠിച്ചത്. അപ്പൊ അതുകൊണ്ടൊക്കെ ഉള്ള വളരെ നല്ല എന്താ പറയുക, ഞങ്ങളുടെ കന്യാസ്ത്രീമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അഭിമാനത്തോടു കൂടി നിമിഷം എനിക്ക് എൻ്റെ സിസ്റ്റേഴ്സിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട കന്യാസ്ത്രീമാരായിരുന്നു എന്നെ പഠിപ്പിച്ചതും. അതുപോലെ ഞങ്ങളിലുള്ള ചെറിയ ചെറിയ സർഗാത്മകമായ കഴിവുകളെ വളർത്തുന്ന നല്ല സിസ്റ്റേഴ്സ് ആയിരുന്നു. ഞങ്ങളുടെ കൊരട്ടി LFCGHS കോൺവെന്റിലാണ് ഞാൻ പഠിച്ചത്. അവിടുത്തെ സിസ്റ്റേഴ്സ്, അവർ ഈ സമയം ഞാൻ ഓർക്കുന്നു. അവരൊക്കെ എന്നെ വളർത്തിയത് കൊണ്ടും പഠിപ്പിച്ചത് കൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാനും ദൈവം എന്നെ സഹായിക്കുന്നു. അങ്ങനെ 8 മക്കളിൽ ഇളയവളായിട്ട് ഞാൻ വളർന്നപ്പോൾ ദൈവകൃപയാൽ വിദ്യാഭ്യാസമൊക്കെ അവിടെ തന്നെ പൂർത്തീകരിച്ചു. കോളേജ് വിദ്യാഭ്യാസത്തിലെ ലാസ്റ്റ് BCom ഞാൻ 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്തതാണ് നഴ്സിങ്ങിന്. അപ്പോൾ ദൈവകൃപയാൽ എനിക്കതിൽ ഒരു അഡ്മിഷൻ ലഭിച്ചു. അഡ്മിഷനിൽ ഞാൻ ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിൽ, തൃശ്ശൂരാണത്, തൃശ്ശൂർ ടൗണിൽ തന്നെയാണ്. അവിടെ എനിക്ക് നഴ്സിംഗ് സ്കൂളിൽ എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റി. 1977-79 ഞാൻ അവിടെ ചേർന്നു, ജോയിൻ ചെയ്തു. അങ്ങനെ നഴ്സിംഗിലാണ് എൻ്റെ പഠനമായിരുന്നത്. നഴ്സിംഗ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവും അതുപോലെ എൻ്റെ കുടുംബത്തിൽ ഒരു സാമ്പത്തിക നന്മയുണ്ടാകുവാൻ വലിയൊരു കാരണമായി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. എൻ്റെ സഹോദരിമാര് 3 സഹോദരിമാരും 4 ബ്രദേഴ്സുമായിരുന്നു. അതില് 2 ബ്രദേഴ്സ് മരിച്ചുപോയി, 3 സിസ്റ്റർ ഇൻ ലോസും മരിച്ചുപോയി. എങ്കിലും കുടുംബത്തിൽ എല്ലാവരും സഹോദര സ്നേഹത്തോട് ജീവിക്കുവാൻ ദൈവം തരുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒഴിച്ച് വേറെ ആരും വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല. അതാണ് ഒരു പ്രാർത്ഥനയായിട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ചില പ്രാർത്ഥനകൾക്ക് ഒരു വെയിറ്റ് പറയുന്ന ഒരു സമയമാണ്. അങ്ങനെയുള്ളൊരു സങ്കടം എനിക്കുണ്ട്. കാരണം ഞാൻ ഇത് പറയുമ്പോൾ കർത്താവിനെ അറിഞ്ഞവർക്കുള്ള ഒരു സന്തോഷവും ഒരു ദൈവിക സമാധാനവും ഒക്കെയും അറിയുവാൻ ഞങ്ങളുടെ കുടുംബത്തിന് കഴിഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ കോളേജ് വിദ്യാഭ്യാസ കാലത്തും പിന്നെ വിദ്യാഭ്യാസ കാലത്തൊക്കെ ദൈവത്താൽ കൃപയാൽ അനേക കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. കൊച്ചിലെ തന്നെ ഒരു ചാരിറ്റി പ്രവർത്തനവുമായി നീങ്ങുവാനൊക്കെയും എനിക്ക് വലിയൊരു ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട്. എന്തെങ്കിലും കിട്ടിയാൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ നഴ്സിംഗ് പഠിച്ച് അവിടെ നിന്ന് വരുമ്പോൾ തന്നെ എനിക്ക് സൗദി അറേബ്യയിലേക്ക് കടന്നു പോകാൻ, ഞാൻ 83 ജോയിൻ ചെയ്യുന്നത് നഴ്സിംഗിന്. PSC പോസ്റ്റിങ്ങിൽ തന്നെ അത് കിട്ടി. അങ്ങനെ ഗവൺമെന്റ് സർവീസിൽ ജോലി എടുക്കുമ്പോൾ 89 സൗദി അറേബ്യയിൽ നഴ്സിംഗ് പ്രൊഫഷനുമായി കടന്നു പോകാൻ ദൈവം ഭാഗ്യം തന്നു. അത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലാണ് ആ ജോലി എനിക്ക് ലഭിച്ചത്. ആ ജോലി അവിടെ ലഭിച്ചു. 90 ഞാൻ വീട്ടിൽ വന്നു, വെക്കേഷന് വന്നു. ഞങ്ങൾക്ക് 10 മാസം കൂടുമ്പോൾ സൗദി അറേബ്യയിൽ വെക്കേഷൻ ഉണ്ട്. അപ്പൊ 90 ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സദ്ദാം ഹുസൈനുമായിട്ടുള്ള യുദ്ധം അവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ കർത്താവിന്റെ ഒരു കരുണ പോലെ കർത്താവ് എന്ത് ചെയ്തു, വീണ്ടും അവിടെ നിന്ന് തന്നെ പൊക്കി എൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. ആ യുദ്ധകാലത്തൊന്നും അവിടെ എന്നെ ദൈവം നിർത്തിയില്ല. പല പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ സൗദിയിലും പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്ന നഴ്സിംഗ് ക്വാർട്ടേഴ്സിന്റെ അടുത്തൊക്കെ വന്നെങ്കിലും ദൈവം എന്നെ എൻ്റെ കുടുംബത്തോടൊപ്പം ചേർക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവത്തെ നാം സ്നേഹിച്ചോ നിശ്ചയമായിട്ടും ദൈവം നമ്മെ സ്നേഹിക്കുക തന്നെ ചെയ്യും. ആ ഒരു പ്രതിസന്ധിയിൽ ഞാനായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും തരണം ചെയ്തു പോകും. പക്ഷെ എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വേദനിക്കും, എൻ്റെ ഭർത്താവ് അതിനേക്കാളേറെ വേദനിക്കും. എന്നാൽ നിശ്ചയമായിട്ടും അവിടുന്ന് ദൈവം എന്നെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആ നഴ്സിംഗ് സ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു 6 വർഷക്കാലമാണ് ഞാൻ സൗദി അറേബ്യയിൽ കണ്ടിന്യൂ ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ തന്നെ ജോയിൻ ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ നഴ്സിംഗ് പ്രൊഫഷന്റെ സമയത്തുണ്ടായി. അത് ഞാൻ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന രോഗത്തിന്റെ കഷ്ടതകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരുപാട് ജനത്തിന് ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കഷ്ടത ഒരു വലുതല്ല എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഈ കഷ്ടത എന്ന് ചോദിക്കുന്ന അനേകരുണ്ട്. നിശ്ചയമായിട്ടും എൻ്റെ ജീവിതത്തിന്റെ ആ രോഗത്തിന്റെ ആ വിവരണം ഇവിടെ പറയുമ്പോൾ നിശ്ചയമായിട്ടും അത് അനേകർക്ക് ഒരു ദൈവത്തെ മനസ്സിലാക്കുവാൻ നിശ്ചയമായിട്ടും അതൊരു മുഖാന്തിരമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ജനനത്തിൽ തന്നെ എന്നെ നശിപ്പിക്കാൻ നോക്കിയ ഒരു ദുഷ്ടപിശാച്
എന്നാൽ അത് നിശ്ചയമായിട്ട് ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കണമെന്ന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ജെറമിയ 1:15 പറയുന്നുണ്ട്, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ നിന്നെ ഞാൻ കണ്ടു, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ നല്ല കർത്താവ് നമ്മളെ വിശുദ്ധീകരിച്ച് ദൈവം കണ്ടതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നാം ആയിരിക്കുന്നത്. എഫേസ്യർ 1:4 പറയുന്നുണ്ട്, ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്ത കർത്താവ് ആരുമല്ല, നമ്മുടെ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. ആ കർത്താവ് ജനനത്തിൽ നശിപ്പിക്കുവാൻ ആഗ്രഹമില്ലാതിരുന്നുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. വിദ്യാഭ്യാസ കാലത്താണെങ്കിൽ ഒരുപാട് രോഗങ്ങൾ, ഒരുതരം ചൊറി വന്ന് ഞാൻ ദേഹമാസകലം 9ൽ പഠിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുവാണ്, പലപ്പോഴും ക്ലാസ്സിൽ പോകാതെ എൻ്റെ ശരീരത്തിൽ ചൊറി ചരങ്ങായിട്ട് ബുദ്ധിമുട്ടി, നല്ല എന്തോന്ന് പറയാ, നല്ല ഒരു ഇതിൽ നിൽക്കുമ്പോഴും അങ്ങനെ ഒരു രോഗത്തിന്റെ പാടുപെടുകൾ, ചെവി പൊട്ടി ഒലിക്കുക, പല്ല് വേദനകള്, അങ്ങനെ ഒരുപാട് എൻ്റെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പലപ്പോഴും ഡിസ്റ്റർബ് ചെയ്യുന്ന ലീവുകൾ എടുത്തുകൊണ്ട് നീങ്ങുവാൻ അവസരമുണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവ് അവിടെ എല്ലാം കർത്താവിനെ പരിചരിച്ചു. അന്നൊന്നും കർത്താവിനെ വാസ്തവമായി അറിഞ്ഞിട്ടോ വാസ്തവമായി സ്നേഹിച്ചിട്ടില്ല. ഒരു പരിപാലന, ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വിദ്യാഭ്യാസം കാലം കഴിഞ്ഞ് കോളേജ് അന്തരീക്ഷത്തിലും ഒരുപാട് കഷ്ടങ്ങളൊക്കെ അനുഭവിക്കാൻ എനിക്ക് വന്നിട്ടുണ്ട്. പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലങ്ങൾ, ഒത്തിരി ദാരിദ്ര്യമില്ല, കാരണം ഭവനത്തിൽ അമ്മച്ചിക്ക് അപ്പച്ചനും ജോലി ഉള്ളത് കൊണ്ട് ഫീസ് അടയ്ക്കാനോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല കോളേജ് പഠിക്കുവാനൊക്കെ അവസരം ദൈവം തന്നു. പഠിച്ചു. 3ാമത്തെ കൊല്ലം ബികോം ആയപ്പോഴേക്കും എനിക്ക് നഴ്സിംഗ് കിട്ടിയതോടെ ഞാൻ നഴ്സിംഗിന് പോവുകയാണ് ചെയ്തത്. എന്നാൽ നഴ്സിംഗ് സ്കൂളിൽ കടന്നു ചെന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ 3.5 വർഷക്കാലത്തെ കോഴ്സാണ്. ആദ്യത്തെ കൊല്ലം തന്നെ എനിക്ക് പെട്ടെന്ന് രാത്രിയിൽ ഒരു വയറുവേദന വന്നു. വളരെ സീരിയസ് ആയതുകൊണ്ട് എന്നെ കണ്ടപ്പോൾ തന്നെ അതിനകത്തോടെ ഹൗസ് കീപ്പറിന് വളരെ സങ്കടം തോന്നി. കൂട്ടുകാരൊക്കെ അവരെ വിളിച്ചു. എന്നെ രാത്രിയിൽ തന്നെ ഹോസ്പിറ്റലിൽ, തൊട്ടടുത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്, അവിടെ കൊണ്ടുപോയി. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കാഷ്വാലിറ്റിയിൽ എൻ്റെ ഒരുപാട് അറിയുന്ന, ഒത്തിരി അറിയുന്നതല്ല, നമ്മുടെ ഒരുപാട് ചേച്ചിമാരെ അവിടെ നഴ്സിംഗിന് ഉള്ള നഴ്സസ് ഉണ്ടായിരുന്നു. എങ്കിലും അവിടെ നിന്ന ഹൗസ് സർജന്മാര്, രാത്രിയിലുള്ള ഡ്യൂട്ടിയിലുള്ള ഹൗസ് സർജന്മാര് അത് ചോദിക്കാൻ ഇടവന്നു, നിങ്ങളുടെ അനാട്ടമി കഴിഞ്ഞുവെന്ന്. അനാട്ടമി കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നത് ഹ്യൂമൻ ബോഡിയെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ? അതായത് നമ്മൾ പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നുണപരമായി, അല്ലെങ്കിൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് ആയതുകൊണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും നുണ പറഞ്ഞൊരു സിക്കാവാനുള്ള ഒരു പദ്ധതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി ഒരു ഗിഗ്ലിങ് ഒരു മൂഡില് ഈ ഹൗസ് സർജൻസ് എന്നോട് ചോദിക്കാൻ ഇടവന്നു. സങ്കടം കൊണ്ടും വേദന കൊണ്ടും പുളയുന്ന എനിക്ക് ഒരു ആൻസറും പറയാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് അനാട്ടമി തുടങ്ങിയുള്ള ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒന്നും ആയിട്ടില്ല എന്ന് അവർ പറയാൻ ഇടവന്നു. അങ്ങനെ ഞാൻ വളരെ ക്രിട്ടിക്കലി ഞാൻ ഇരിക്കുമ്പോൾ അതിലൂടെ ഒരു ദൈവദൂതരെ പോലെ അവിടുത്തെ അന്നത്തെ സർജൻ, അന്ന് തൃശ്ശൂർ ഗവൺമെന്റ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലില് 4 സർജന്മാരാണ്. അന്നത്തെ ദിവസത്തെ 4ാമത്തെ യൂണിറ്റിന്റെ ഓപ്പറേഷൻ ഡേ ആയതുകൊണ്ട് നൈറ്റ് റൗണ്ട്സിന് വേണ്ടി ഡോക്ടർ സണ്ണി അഞ്ചേരി അതിൽ കൂടെ കടന്നു വരാൻ ഇടവന്നു. അദ്ദേഹത്തിന് എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴും ട്രോളിയിൽ കിടന്ന് കഷ്ടത അനുഭവിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എന്തോ ഒരു സീരിയസ്നെസ് തോന്നി. അദ്ദേഹം വന്നു നോക്കി, ഈ കുട്ടി പെട്ടെന്ന് തിയേറ്ററിലേക്ക് കയറ്റു എന്ന് പറഞ്ഞു. ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ എന്നെ പെട്ടെന്ന് തിയേറ്ററിലേക്ക് എടുക്കുവാനിട വന്നു. ഞാന് ആ തിയേറ്ററിൽ ഞാൻ പോയി. അവിടെ നിന്ന് ഡോക്ടർ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് അപ്പൻഡിക്സിന്റെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൻഡിക്സ് എടുത്ത് കിഡ്നി ട്രേ എന്ന് പറയും, നമ്മൾ വേസ്റ്റ് ഇടുന്ന സാധനം കിഡ്നി ട്രേയിലേക്ക് വയ്ക്കതും ഈ റപ്ചറായിപ്പോയി, പൊട്ടിപ്പോയി ഈ അപ്പൻഡിക്സ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അവിടെ നിന്ന് കളിപ്പിച്ചിട്ടായിരുന്നെങ്കിൽ ആ അപ്പൻഡിക്സ് റപ്ചറായിട്ട് ഒരു പെരിറ്റോണൈറ്റിസ് അടിച്ച് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം വന്ന് പിന്നെ ആന്റിബയോട്ടിക്സും കുറെ ദിവസത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് പേഷ്യന്റ് സർവൈവ് ചെയ്യുമായിരിക്കാം. എന്നാലും വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ വേദന അനുഭവിച്ച് പോകേണ്ട ഘട്ടത്തിൽ എൻ്റെ കർത്താവ് ഒരു ദൂതനെ അയച്ച്, പുറപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിനക്ക് മുമ്പേ ദൂതനെ അയക്കുന്ന ഒരു കർത്താവ്. ആ കർത്താവിന്റെ സാന്നിധ്യം ഞാൻ അന്നും അനുഭവിച്ചറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആ ഡോക്ടർ സണ്ണി അഞ്ചേരിയുടെ വളരെ സ്നേഹമാർന്ന പെരുമാറ്റവും ഒക്കെയും എന്നെ ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിലാക്കുവാനൊക്കെയും ദൈവം കൃപ തന്നു. അപ്പൊ ഫസ്റ്റ് ഇയറിൽ എനിക്ക് ഒരു അപ്പൻഡിക്സ് മൂലം ഞാൻ വളരെ ക്രിട്ടിക്കലി പോകേണ്ട അവസരത്തിലും ദൈവം എന്നെ താങ്ങി. സെക്കൻഡ് ഇയർ ആയപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് പനിയും തൊണ്ടവേദനയും ചെവിവേദനയുമായി ഞാൻ ഭാരപ്പെട്ടു. ENT സർജന്റെ നിർബന്ധപ്രകാരം എനിക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. വെറുതെ ടോൺസിലെക്ട് സർജറിക്കാണ് അവരെന്നെ എടുത്തത്, ടോൺസിലെക്ടമി സർജറിക്ക്. എന്നാൽ ഓപ്പൺ ചെയ്തു കഴിഞ്ഞപ്പോൾ അഡിനോയിഡ് ഗ്ലാൻഡ് വളർന്ന് അത് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നു, അതിനോടുകൂടി ചെയ്യണമെന്നുള്ള സജഷൻസ് അവർക്കുണ്ടായി.
അവർ പെട്ടെന്ന് പുറത്തുള്ള എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും അറിയിച്ചു. അവരെ സമ്മതപ്രകാരം അഡിനോയിഡ് ടോൺസിലെക്ടമി ചെയ്തു. പക്ഷേ അന്നത്തെ രാത്രിയിൽ അന്നത്തെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് വളരെ ക്രിട്ടിക്കലി ഞാൻ വളരെയധികം അത് ബ്ലീഡ് ചെയ്യുവാൻ ഇടവന്നു. ബ്ലീഡ് കാരണം അവരെന്തോരം കോട്ടറി ചെയ്യുമ്പോഴും കരിച്ചു പോകുമ്പോഴും വീണ്ടും വീണ്ടും നെക്സ്റ്റ് പ്ലേസിൽ നിന്നൊരു ബ്ലീഡിങ് വന്നുകൊണ്ട്, വളരെ പ്രൊഫ്യൂസ് ബ്ലീഡിങ് വന്നുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലം നമുക്കറിയാം. ആ കാലഘട്ടമൊക്കെ 80-79 കാലഘട്ടത്തിലൊക്കെ നമുക്ക് പറയുമ്പോൾ നമുക്ക് ബ്ലഡൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. നമ്മുടെ ബ്ലഡ് ബാങ്കിൽ നിന്നൊക്കെ ബ്ലഡ് കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഡോണറെ കൊടുത്തിട്ട് വേണം കിട്ടണമെങ്കിൽ. അത് ഞാൻ ബി നെഗറ്റീവ് ഗ്രൂപ്പാണ്. ആ ബി നെഗറ്റീവ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ബ്ലഡ് കിട്ടാനും ബുദ്ധിമുട്ട്. അവസാനം ഡോക്ടർമാര് ബ്ലഡും ഇട്ട് പ്ലാസ്മയും ഒക്കെ ഇട്ടാണ് അന്ന് എന്നെ സർവൈവ് ചെയ്തു. അന്ന് എനിക്ക് തോന്നുന്നു സർജറിയെ ആ തിയേറ്ററിൽ നടക്കാൻ പറ്റിയില്ല. കാരണം ഒരു നഴ്സിംഗ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് എല്ലാവരും അറ്റൻഷൻ അങ്ങോട്ട് ആയതുകൊണ്ടും സീരിയസ്ലി ഇല്ലായതുകൊണ്ടും ഒക്കെ വളരെ അവർ ക്രിട്ടിക്കൽ കണ്ടീഷനിലായിരുന്നു. അങ്ങനെ എന്നെ ഐസിയുലേക്ക് മാറ്റി എന്നെ അവിടെ രക്ഷിക്കാൻ ദൈവം കൃപ തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 3rd ഇയർ വന്നപ്പോഴും ഇതുപോലെ എൻ്റെ തലയിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ലെഫ്റ്റ് സൈഡിൽ. അത് ഡോക്ടർ നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് റിക്കറൻ്റ് ആയി തലവേദന വരുമായിരുന്നു. ആ തലവേദന വരുന്നതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒരു ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഡോക്ടർ ഈ തലവേദന കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സിസ്റ്റർ എത്രയും വേഗം പാരൻസിനോടൊപ്പം ശ്രീചിത്ര ഹോസ്പിറ്റലിൽ ട്രിവാൻഡ്രത്ത് കടന്നു പോയി ഞാൻ തരുന്ന റെഫറൽ ലെറ്റർ അവിടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഏൽപ്പിച്ചു. ദൈവകൃപയാൽ അവിടെ ഞങ്ങൾ കുടുംബമായി ചെന്നു. എന്നെ കാണിച്ച് ദൈവത്തിന്റെ കൃപയാൽ അവിടുത്തെ ഡോക്ടർ ഡയഗ്നോസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു എത്രയും വേഗം സർജറി വേണം. അതുകൊണ്ട് സർജറിക്കായിട്ട് എൻ്റെ അടുത്ത് 18 ദിവസമായിരുന്നു ആ സർജറിക്ക് അഡ്മിഷനും ഇത് കിട്ടാൻ. കാരണം ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് എന്നൊക്കെ നമുക്കറിയാം, അവിടേക്ക് അഡ്മിഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ ആയിരുന്നു അന്ന്. പക്ഷെ ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിട്ടുണ്ടും അവിടെയും എനിക്ക് ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അവിടെ അഡ്മിഷൻ തന്നു. ഡോക്ടർ പറഞ്ഞു ആ ബോൺ എടുത്ത് മാറ്റണം, ബ്രെയിൻ ട്യൂമറാണ്. അതുകൊണ്ട് ആ ബ്രെയിൻ അവിടെ നിന്ന് ബോൺ മാറ്റി അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് എൻ്റെ ബോൺ, അതായത് ജർമ്മൻ ബോണാണ്, അത് ജർമ്മനിയിൽ നിന്ന് ഇംപ്ലാന്റ് ചെയ്തൊരു ബോണാണ് ഇപ്പൊ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പൊ ഇരിക്കുന്നത്. ആ ബോണ് ദൈവകൃപയാൽ ഇന്നും അതിനൊരു ബുദ്ധിമുട്ടുമില്ലാതെ ദൈവം എന്നെ ഇരുത്തിയ ആ ദൈവത്തിന്റെ സ്നേഹത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു വേദന പോലും ഇല്ലാതെ ഇടത് വശം ഇതുവരെ കാത്തു സൂക്ഷിച്ചു. അങ്ങനെ ആ 22 വയസ്സിൽ ആ ബ്രെയിൻ ട്യൂമർ വന്നു. ആ ബ്രെയിൻ അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ സഹായിച്ച ദൈവത്തിന് സ്തോത്രവും സർവ്വമഹത്വം അർപ്പിക്കുന്നു. അന്നൊന്നും ഭക്തി ഉണ്ടായിരുന്നു, ദൈവവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വാസ്തവമായി ക്രിസ്തുവിനെ അറിയാത്ത കാലത്താണ് ക്രിസ്തു ഇത്രത്തോളം എന്നെ സ്നേഹിച്ചതും എന്നെ സഹായിച്ചതും. അവിടെ നിന്ന് 3rd ഇയർ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തലമുടി മുഴുവനും മാറ്റിയായിരുന്നു. മൊട്ടത്തലയാണ്. നമുക്കറിയാം ഒരു യങ് സ്റ്റേജിൽ മൊട്ടത്തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സങ്കടമാണ്. എന്നാൽ ഡോക്ടർ പറഞ്ഞു ഒരു തരത്തിലും വീക്കൊന്നും വെക്കരുത്, നന്നായി, നിനക്ക് നല്ല മുടി വളരും എന്ന് പറഞ്ഞു. ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെ പ്രൊഫസർ രാവുത്താണ് അത് ചെയ്തത്. അദ്ദേഹം എന്നോട് പറഞ്ഞു നിനക്ക് നല്ല മുടി ഉണ്ടാവും, നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഭാവി. അങ്ങനെ ഒരു അക്രൈസ്തവനായ അദ്ദേഹം എന്നെ ഒരുപാട് അനുഗ്രഹിക്കാൻ ഇടവന്നു. ഞാനിവിടെ വന്നു, നല്ല മാതിരി മുടി വീണ്ടും ഉണ്ടായി. എന്നാൽ ഭാഗ്യവശാനോ നിർഭാഗ്യവശാനോ വീണ്ടും എനിക്ക് അനർത്ഥങ്ങളുടെ കുന്നുകൂടുവാൻ എൻ്റെ ജീവിതത്തിൽ ഇടവന്നു. ഞാൻ അവിടെ നിന്ന് 82-ലാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. വിവാഹം മിസ്റ്റർ ജോർജ് വർഗീസ് പാലമറ്റം എന്ന കുടുംബത്തിലെ ഏറ്റവും മൂത്ത സന്തതി. അവർ 5 മക്കളാണ്. അതിൽ ഏറ്റവും മൂത്തതാണ് എൻ്റെ ഹസ്ബൻഡ് ജോർജ് വർഗീസ്. ഇത്ര സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവ്. വെറുതെ ടിവിക്ക് വേണ്ടി പ്രഹസനത്തിന് വേണ്ടിയല്ല പറയുന്നത്, ഹൃദയം തൊട്ട് പറയുവാണ്. എൻ്റെ ജീവിത പങ്കാളി എന്നെ ഇന്നും നോക്കുന്നത്. പല പല ഘട്ടത്തിൽ കൂടെ കഷ്ടത അനുഭവിച്ചപ്പോഴും എന്നെ താങ്ങിയ ആ വലിയവനായ ആ നല്ല മനുഷ്യ സ്നേഹിയെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ അദ്ദേഹത്തിൽ കൂടെ എനിക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. മൂത്ത മകൻ അയർലൻഡിൽ ആയിരിക്കുന്നു, റോളൻ ബ്ലോസം. ഭാര്യ സിമി. 3 കുഞ്ഞുങ്ങൾ, ജോർജി സെബാൻ, എൽസമോള്. അവർ അയർലൻഡിലായിരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ 2 മാസം കഴിയുമ്പോൾ ഈ ജൂലൈയിൽ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ 2nd വിസിറ്റാണ്. അവനൊരു വീട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വീട് കാണാനും അത് ബ്ലെസ് ചെയ്യണമെന്ന് അവൻ ആഗ്രഹം കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. പോകാൻ ആഗ്രഹിക്കുന്നു. 2ാമത്തെ മകൻ ഡൽഹിയിലായിരിക്കുന്നു. അവന്റെ പേര് റൊണാൾഡ്. മകൾ അനു, അവള് MTech കഴിഞ്ഞ് AI വർക്കാണ്. അവള് ലീഡിങ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മകൻ നഴ്സിംഗ് പ്രൊഫഷൻ തന്നെയാണ് എടുത്തേക്കുന്നത്.
മൂത്ത മകൻ MBAയും രണ്ടാമത്തെ അവളുടെ മകള് MCAക്കാരുമാണ്. അവര് ഒരു ഐറിഷ് കമ്പനിയിലും അവളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഡൽഹിയിലായിരിക്കുന്ന ഡോണയ്ക്കും അനുവിനും 2 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ പേര് ഇമാനുവലിനും ഇവാഞ്ചലിനുമാണ്. ഞാനിത് പറയുന്നത് എൻ്റെ ഒരു സാക്ഷ്യം വന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം, ദൈവത്താൽ അറിയപ്പെടണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഒരു അമ്മയായി ഞാനത് പറയുന്നത്. പലപ്പോഴും ചിലർ ചിലപ്പോൾ പറയില്ലായിരിക്കാം, സമയക്കുറവുകൊണ്ടൊക്കെ ചിലപ്പോൾ പറയില്ലായിരിക്കും, എങ്കിലും അത് എൻ്റെ ഒരു ആഗ്രഹമാണ് പാസ്റ്റർ ഞാനത് പറയുന്നത്. അത് ദൈവം അനുഗ്രഹിക്കട്ടെ. അവരെ കുടുംബമായി ദൈവം അവരുടെ അയർലൻഡിലും ഡൽഹിയിലും നന്നായി നടത്തുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ് 2 കൂട്ടരും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. ദൈവം അനുഗ്രഹിച്ച സ്നേഹത്തിനായി നന്ദി പറയുന്നു. ആ കാലയളവിൽ എൻ്റെ കുടുംബത്തിൽ ഒരു കന്യാശ്രീ മൂലം എനിക്കൊരു കുഞ്ഞിനെ കിട്ടാനോട് വന്നു. 11 വയസ്സായുള്ള ഒരു പെൺകുഞ്ഞിനെ എനിക്ക് ചെറിയൊരു ഹെൽപ്പറായിട്ട് ഒരു കന്യാശ്രീ കൊണ്ടുവന്നു. അവളുടെ വീട്ടിൽ 4 പെൺകുഞ്ഞുങ്ങളാണ്. അച്ഛൻ മരിച്ചുപോയി. അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ അവൾ വീട്ടിൽ വന്നപ്പോൾ അവളുടെ കൊച്ചു മുഖം കണ്ടപ്പോൾ എനിക്ക് അവളോട് വളരെ ഒരു സ്നേഹം തോന്നി. ഈ 2 ആൺകുഞ്ഞുങ്ങളോടൊപ്പം അവളെ ഞാൻ വളർത്തി വലുതാക്കി. ഒരു വീട്ടിലെ ഒരു വേലക്കാരിയായിട്ട് കാണുവാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. ഒരു മകളെ പോലെ അവൾ കരുതി. ഞാൻ അവളെ മലയാളം പഠിപ്പിച്ചു, അവൾക്ക് പാസ്പോർട്ട് എടുത്തു, ഡ്രൈവിംഗ് പഠിപ്പിച്ചു. അവളുടെ പേര് രാജലക്ഷ്മി എന്നാണ്. അവളെ തക്ക സമയത്ത് വിവാഹം കഴിക്കുവാൻ ഒരു തമിഴ് പശ്ചാത്തലത്തിൽ എന്നാൽ മലയാളം ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ, അഭിലാഷ് എന്ന് പറഞ്ഞ കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് തന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾക്ക് ഈ കാലയളവിൽ ഒരു വീട് പണിതു കൊടുക്കാൻ സാധിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. 2015 ഒരു വിവാഹം. 10 വർഷം കഴിഞ്ഞു. 11ാമത്തെ വർഷം കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ പാസ്റ്ററും കുടുംബവും അതുപോലെ എന്നെ കേൾക്കുന്ന സഹോദരികളും അവളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ 2026 ദൈവത്തിന്റെ വാഗ്ദത്തം അവളിൽ നിറവേറണം. ഒരു കുഞ്ഞിനെ അവൾക്ക് വേണ്ടി ദൈവം കൊടുക്കണം. ഒരു വിശുദ്ധയായ ഒരു നല്ലൊരു കുഞ്ഞാണ് എൻ്റെ മോള്. അവളെ അനുഗ്രഹിക്കണം. ഈ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ 2003 എൻ്റെ ഹസ്ബൻഡ് ആദ്യം ഹസ്ബൻഡിന്റെ കസിൻ, അതായത് വല്യപ്പച്ചന്റെ മോനാണ് പാലമറ്റം സണ്ണി എന്ന് പറയും. അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ് പാലമറ്റം സണ്ണി. അദ്ദേഹം ഒരു റിട്രീറ്റ് ധ്യാനഗുരുവും കൂടിയാണ്. അദ്ദേഹം റോമൻ കാത്തലിക്കില് ആയിരിക്കുമ്പോൾ അദ്ദേഹം ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ ജോബ് അച്ഛന്റെ സെക്രട്ടറിയായി വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് വചനം ഗ്രഹിക്കുവാൻ ഇടവന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വചനം ഗ്രഹിച്ച് അദ്ദേഹം അത് പുറത്തിറങ്ങി, ആ കത്തോലിക്ക ബെൽറ്റിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങളോടും ദൈവവചനം സംസാരിച്ചു. അതെപ്പോഴെങ്കിലും സൗകര്യത്തിൽ പറയാം. അദ്ദേഹം പറഞ്ഞെങ്കിലും എൻ്റെ ഹൃദയത്തിലൊന്നും അത് ഏറ്റിയില്ല. കാരണം ഒരിക്കലും മാതാവിനെ കളഞ്ഞുള്ള ഒരു ഭക്തിയിലൊന്നും ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ പോയി. എങ്കിലും എൻ്റെ ഭർത്താവ് ദൈവവചനം വായിക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ ഒരു സാക്ഷ്യം ചെറുതായിട്ട് തൊട്ട് ഞാൻ അത് പറയാം. കാരണം അദ്ദേഹം ഇവൻ ഈ സണ്ണി പാലമറ്റം ആ ബ്രദർ പറഞ്ഞു, ചേട്ടാ, ഒരു കൊന്ത നിങ്ങൾ എത്തിക്കുമ്പോൾ എത്ര സ്വർഗസ്ഥനായ പിതാവ് എന്ന് ജപം ചൊല്ലും? 6 എന്ന് പറഞ്ഞു. എത്ര നന്മ നിറഞ്ഞ മറിയം ചൊല്ലും? 53. ഈ നന്മ നിറഞ്ഞ മറിയമേ ജപം ആരാണ് പറഞ്ഞത്? അത് മനുഷ്യനുണ്ടാക്കിയ ഒരു ജപം. എന്നാൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ ജപം ഉണ്ടാക്കിയത് പരിശുദ്ധനായ കർത്താവ് തന്റെ ശിഷ്യർക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പഠിപ്പിച്ചു കൊടുത്ത ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. ചേട്ടൻ്റെ ഒരു കാര്യം ചെയ്യൂ, 53 പ്രാവശ്യം സ്വർഗസ്ഥനായ പിതാവേ എന്ന് ജപം ചൊല്ലിയിട്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞ മനുഷ്യരുണ്ടാക്കിയ പ്രാർത്ഥന 6 പ്രാവശ്യമായിട്ട് ക്രമീകരിക്കാവോ എന്ന് ചോദിച്ചു. എൻ്റെ ഹസ്ബൻഡ് ബേസ്റ്റ് ഔട്ടായി. അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ടു. കാരണം ഇവൻ ഇവാഞ്ചലിസ്റ്റ് ആണ്, ബ്രദർ ആണെങ്കിലും ഇവൻ ചേട്ടനേക്കാളും എൻ്റെ ഹസ്ബൻഡിനേക്കാളും ഇളയവനാണ്. വളരെയധികം ഷൗട്ട് ചെയ്തു. പക്ഷെ അദ്ദേഹം അന്നു മുതൽ ദൈവവചനം വായിക്കാൻ ആരംഭിച്ചു. ദൈവവചന ആരംഭത്തിൽ അദ്ദേഹത്തിന് യോഹന്നാൻ 1:1 സ്പർശിക്കുവാൻ ഇടവന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ഗോഡ് ഈസ് ഈക്വൽ ടു വേർഡ് ഓഫ് ഗോഡ്. ആ ഒരു കൺസെപ്റ്റ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വന്നു. അപ്പൊ ഏതിനേക്കാളും വലുത് ഒരു സഭയോ സഭാചരിത്രമോ പാരമ്പര്യമോ പൗരോഹിത്യമോ അല്ല. അതിനേക്കാൾ ശ്രേഷ്ഠമായത് കർത്താവിന്റെ ദൈവവചനമാണെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് നൽകി. ആ വചനത്തിലൂടെ അദ്ദേഹം വചനം വായിക്കാനും കൂടുതൽ ബൈബിളുകൾ വായിച്ച് റെഫറൻസ് ഒക്കെ വായിച്ച് പഠിക്കുവാനും പള്ളിയിൽ പോകാതെയായി. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു. 6 ബസ്സിന്റെ ഉടമസ്ഥനായിരുന്നു അദ്ദേഹം. ലൈൻ സ്റ്റേജ് കാരിയർ ബസ്സിന്റെ ഉടമസ്ഥനായിരുന്നു. അതുപോലെ അദ്ദേഹം പർച്ചേസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ മിക്ക സ്റ്റേറ്റുകളും അദ്ദേഹത്തിന് ടെക്സ്റ്റൈൽസ്, എൻ്റെ സിസ്റ്ററുടെ ഒരു ഷോപ്പ് ദുബായിലുണ്ട്. അവിടേക്ക് ആ ടെക്സ്റ്റൈൽസിലേക്കാണ് പോകേണ്ടത്. അപ്പൊ അദ്ദേഹം ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റും അദ്ദേഹം കവർ ചെയ്യുമായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ അദ്ദേഹം ഈ ദൈവവചനം വായിക്കുവാനൊക്കെയും കൂടുതൽ സമയമെടുത്ത് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു തരുവാനിടവന്നു, നെൽസ, ഇതെല്ലാം തെറ്റാണ്.
പാരമ്പര്യവും പൗരോഹിത്യവും നമ്മളെ നിത്യത എന്ന സ്വർഗത്തിലേക്ക് കൊണ്ടുപോകില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, നിശ്ചയമായിട്ട് ഈ ദൈവവചനങ്ങളൊക്കെ ഒന്ന് വായിക്കാൻ പറഞ്ഞു. 1 തിമോഥെയോസ് 2-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ, മധ്യസ്ഥനായ മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ. അപ്പോൾ ഒരു ദൈവത്തിന്റെ പിതാവിന്റെ സന്നിധിയിൽ വലതുഭാഗത്ത് ഇന്നും എപ്പോഴും ഇരിക്കുന്നത് യേശു ക്രിസ്തു അല്ലാതെ മറ്റാരും ഇല്ല എന്ന് പറയുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ സ്വർഗത്തിലേക്ക് കയറി പോന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവ്, ഹല്ലേലൂയ, ആ നല്ല കർത്താവല്ലാതെ പിതാവിന്റെ സന്നിധിയിൽ ഇപ്പോൾ ആരുമില്ല. നമ്മൾ വിചാരിക്കുന്ന മധ്യസ്ഥരായിട്ടുള്ള, ഞാൻ കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്ന് വന്നുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം മാതാവിനോട് പ്രാർത്ഥിക്കലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സെന്റ് ആന്റണി. ഇവരോടൊക്കെ പ്രാർത്ഥിച്ച് പല കാര്യങ്ങളും എനിക്ക് അന്ന് കാലത്ത് എന്റെ കൊച്ചിലെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെയായിരുന്നു എന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ ഇപ്പോൾ സത്യവചനത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മധ്യസ്ഥത മാറ്റണമെന്ന് എനിക്ക് തോന്നി. എങ്കിലും എനിക്കത് സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു വിഗ്രഹാരാധന തെറ്റാണ്. പുറപ്പാട് 20:4 ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും യാതൊന്നിന്റെയും പ്രതിമയെ ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കുവാനോ അവയെ സേവിക്കുവാനോ ചെയ്യരുത്. അത്രയും കമാൻഡ്മെന്റ്സ്, 10 കമാൻഡ്മെന്റ്സ് കർത്താവ് നമുക്ക് പുറപ്പാട് 20 വായിക്കുമ്പോൾ നമുക്കറിയാം. എന്നാൽ കത്തോലിക്ക സഭയിൽ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും കത്തോലിക്ക കൂട്ടുകാരൊക്കെ എനിക്കുണ്ട്, ഇത് എനിക്ക് അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കേൾക്കാൻ സാധിക്കും. പുറപ്പാട് 20-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്കതറിയാം. സത്യവേദ പുസ്തകത്തിലാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ രൂപം. അതുകൊണ്ട് POC ബൈബിളിൽ അത് നമുക്ക് ഇത് തന്നെ കിടക്കുന്നെങ്കിലും ഒരിക്കലും നമ്മളത് പഠിപ്പിക്കുവാനോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അവിടെ നമുക്ക് ചെറിയ വേദോപദേശം എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്, ചെറിയ വേദോപദേശം. അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ചെറിയ വേദോപദേശത്തിൽ മോഹിക്കരുത് എന്ന കൽപ്പന 2ആക്കി തിരിച്ചു. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്ന് പറഞ്ഞ് ഒറ്റ കൽപ്പനയായിട്ടുള്ള ആ കൽപ്പനയെ 2ആക്കി തിരിച്ചിട്ടാണ് 10 കൽപ്പനകളെ തന്ന് നമ്മൾ ചെറിയ കാത്തലിക് ആയിരിക്കുന്ന എല്ലാവരും കേൾക്കാനാണ് ഞാനിത് പറയുന്നത്. അവിടെ വേദോപദേശ പുസ്തകത്തില് 2ആക്കി തിരിച്ചത് എഴുതിയേക്കണത്. എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് തന്ന കമാൻഡ്മെന്റ്സിൽ, കൽപ്പനകളിൽ അത് മോഹിക്കരുത്, അതായത് മോഹിക്കരുത്, മോഹത്തിന്റെ കൽപ്പന 1ആയി തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ 10 കൽപ്പനകൾ നമുക്ക് തന്നു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ. അത് ചിന്തിച്ചപ്പോൾ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പള്ളികളിൽ ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്. ഈ സ്റ്റാച്യൂസിനെയൊക്കെ ഞങ്ങൾ നൊവേന കഴിയുമ്പോൾ എല്ലാം തൊട്ടുമുത്തണം. ഞങ്ങളുടെ കൊരട്ടിപ്പള്ളിയിലാണെങ്കിൽ കൊരട്ടിമുത്തി, ഞാൻ വിവാഹം കഴിച്ചു വന്ന സ്ഥലത്താണെങ്കിൽ അവിടെ ഞങ്ങൾക്ക് സെന്റ് തോമസ് ആണ്, മംഗലശ്ശേരി എന്ന് പറയും ഇടവക, അവിടെ നിന്ന് അവർ തൊട്ടുമുത്തണം. അങ്ങനെ വിഗ്രഹങ്ങളെ തൊട്ടുമുത്തി സെന്റ് സെബാസ്റ്റ്യന്റെ പെരുന്നാൾ വന്നാൽ ശൂലത്തേൽ മുത്തണം. അതുപോലെ ഓരോ പെരുന്നാളുകൾക്കും ഈ സ്റ്റാച്യൂസിനെ നമ്മൾ മുത്തേണ്ടതായിട്ടുള്ള. കർത്താവ് പറയുന്നു ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, അതിന് നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുതെന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും എനിക്ക് തോന്നി ഈ ഒരു ഇതും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. എങ്കിലും ആ പാരമ്പര്യ കെട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിലെ മുതൽ കൊയറുമായിട്ടിരുന്നത് കൊണ്ട്, പള്ളിയുമായിട്ടിരുന്നത് കൊണ്ട് അതിൽ നിന്ന് വരാനുള്ളൊരു വളരെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. വീണ്ടും ജോർജേട്ടൻ എന്നോട് പറഞ്ഞു, മർക്കോസ് 16:16 പറയുന്നുണ്ട്, വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും, അവൻ രക്ഷിക്കപ്പെടും, എന്നാൽ വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അടക്കപ്പെടും. ഈ 3 തിരുവചനങ്ങൾ എന്റെ ഹൃദയത്തിൽ വളരെയധികം നിർമ്മലമായ വചനങ്ങളാണ്. കാരണം വിഗ്രഹം ഉണ്ടാക്കരുത്, ഏകമധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രം. സ്നാനം ദൈവിക കൽപ്പനയാണ്. കർത്താവിന്റെ നിത്യത അനുഭവിക്കണമെങ്കിൽ, ആ ദൈവിക കൽപ്പനയിലേക്ക് കടക്കണമെങ്കിൽ വിശ്വസിച്ച് സ്നാനമേൽക്കണം. ആരെ വിശ്വസിക്കണം? യേശുവിനെ കർത്താവ് എന്ന് അംഗീകരിച്ചുകൊണ്ട് അത് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ നീ വിശ്വസിക്കുമ്പോഴാണ് നിനക്ക് രക്ഷ കിട്ടുന്നത്. റോമ 10:9 പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കർത്താവിന് രക്ഷ പ്രാപിക്കണമെങ്കിൽ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഈ കർത്താവിനെ നിങ്ങൾ രക്ഷകനായിട്ട് ഏറ്റെടുത്തിട്ടെങ്കിൽ, രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പറയണം, യേശുവേ കർത്താവേ, നീ തന്നെയാണ് രക്ഷകൻ എന്ന് നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. യേശു തന്നെ ക്രിസ്തു, യേശു തന്നെ ദൈവം, ഏക സത്യദൈവം, ഏക മധ്യസ്ഥൻ, നമ്മളെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്ന യേശു രക്ഷകനാണെന്നുള്ളൊരു ഉത്തമ ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഏറ്റു പറഞ്ഞാൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ആ മർക്കോസ് 16 വർഷം എങ്കിലും ശിശുസ്നാനമല്ല എൽസ ശരി, ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ടും ഞാനിതൊന്നും ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഏറ്റവും സ്നേഹനിക്കാണ് ഈ ഭൂമിയിൽ, പക്ഷേ അത് ശ്രദ്ധിക്കാതെ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിച്ചപ്പോൾ ദൈവം എനിക്ക്
ദൈവത്തിന്റെ സ്നേഹത്താൽ എന്നെ തേടി വന്നു എന്ന് പറയണം. 42-ാമത്തെ വയസ്സിൽ മെഡിക്കൽ കോളേജ് തൃശ്ശൂരിൽ ഞാൻ വളരെ വളരെ ദൈവകൃപയാൽ ഞാൻ 3 കൊല്ലം ആ ഹോസ്പിറ്റലിലെ കലാതിലകമായി തീരുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഹോസ്പിറ്റൽ ഡേയോട് അനുബന്ധിച്ചിട്ട് ഞങ്ങൾ എല്ലാ കൊല്ലവും കോമ്പറ്റീഷൻസ് നടത്തും. അവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് കോൺസിക്വന്റ് ഇയേഴ്സ് എനിക്കത് ലഭിച്ചു. അങ്ങനെ എൻ്റെ കൂട്ടുകാരൊക്കെയും ഇത് കേൾക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം നാമം മഹത്വപ്പെടട്ടെ. ആ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ അവിടെ ചെന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾക്കറിയാം അങ്കമാലിയിൽ നിന്ന് വേണം ട്രെയിൻ കിട്ടി തൃശ്ശൂർ എത്താൻ, നല്ല വഴിയാണ്. അവിടെ നിങ്ങൾ ഓടി അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങളുടെ സമയമൊക്കെ ചിലപ്പോൾ 15-20 മിനിറ്റ് ഒക്കെ കഴിയുമെങ്കിലും ഞങ്ങളുടെ നഴ്സ് സൂപ്പർമാർ ഞങ്ങളൊന്ന് പരിഗണിക്കും. കാരണം ഇത്രയും കിലോമീറ്റർ അകലെയല്ലേ നിങ്ങൾ ചെല്ലുന്നതെന്ന് വെച്ചിട്ടൊരു പരിഗണന. എന്നാൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ യന്ത്രം പോലെ ഞങ്ങൾ പണിയെടുത്താലേ ഞങ്ങൾക്ക് വീണ്ടും 2 മണിയുടെ പുഷ്പുള്ളിൽ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി ഓടി നടന്ന് പണിയുമായിരുന്നു. ആ സമയത്ത് 2003 എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനർത്ഥം ഉണ്ടാകുവാൻ ഇടവന്നു. 42 വയസ്സാണ്. വളരെ എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാലം. ഞാനൊരു ചുമയാൽ ഭാരപ്പെട്ടു. ചുമ വന്നു. വളരെ കഷ്ടത അനുഭവിച്ചു. ഞാൻ ഒരു ആന്റിബയോട്ടിക്സ് സ്വയമായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് ഒന്ന് നോക്കി ഡോക്ടർ ഒന്ന് കാണാമെന്ന് തന്നെ വിചാരിച്ചു. ഡോക്ടർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. വെറും ബ്ലഡ് ടെസ്റ്റ്, വേറെ ഒന്നും ചെയ്യണ്ട പറഞ്ഞു. അന്ന് എൻ്റെ ലാബിലൊക്കെ മാനുവൽ സിസ്റ്റമാണ്. അതൊന്നും നമുക്ക് ബയോടെക് ലാബ് ടെക്നീഷ്യൻസ് ലാബിലൊന്നും വലിയ വലിയ മെഷീൻസ് ഒന്നും ഇല്ലാത്ത കാലഘട്ടം. എല്ലാം കൗണ്ട് ചെയ്ത് വേണം എല്ലാം ചെയ്യാനായിട്ട്. അവർ നോക്കി. എൻ്റെ ബ്ലഡ് റിസൾട്ട് പുറത്തു വന്നു. അതിൽ അവർ വളരെ പരിതാപകരമായ റിസൾട്ടായിരുന്നു. അവരത് കാണിക്കാതെ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ കടന്നു വന്നു. ഞാനന്ന് ഒബ്സ്ട്രക്റ്റിക് ഗൈനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ കടന്നു വന്നു. അവർ വീണ്ടും എൻ്റെ സാമ്പിൾ എടുത്തു. ആ സാമ്പിൾ എടുത്തു കഴിഞ്ഞപ്പോൾ അവരത് പരിശോധിച്ചു. വീണ്ടും അതിൽ വളരെ വിചിത്രമാർന്നൊരു റിസൾട്ട് കണ്ടപ്പോൾ, കാരണം എന്നെ കണ്ടാലും ആ റിസൾട്ട് കണ്ടാലും വളരെ വ്യത്യസ്തമായൊരു റിസൾട്ടായിരുന്നു അത്. അതുകൊണ്ട് അവരത് എൻ്റെ കയ്യിൽ തന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ലീനയും അവളുടെ ഹസ്ബൻഡ് ആന്റണി ചേട്ടനും അന്ന് വൈകുന്നേരം എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് ആ റിസൾട്ട് തരുന്നതിന് മുമ്പ് അവൾ ഭയങ്കര ചിരിക്കുടിക്കുകയാണ്. പക്ഷെ അവൾ ചിരിക്കാതെ അവൾ വളരെ സങ്കടത്തോടു കൂടി കടന്നു വന്നു. പല പല കാര്യങ്ങൾ പറഞ്ഞു. നീ വിഷമിക്കരുത് എന്ന് മാത്രം പറഞ്ഞു. എന്നാൽ എന്താ എന്ന് ലീന എന്നോട് ചോദിച്ചപ്പോൾ ലീന എന്നോട് പറയാനിട വന്നു. ഈ റിസൾട്ടിന്റെ കയ്യിലേക്ക് തന്നു. ആ റിസൾട്ട് ഇങ്ങനെയായിരുന്നു. ഹീമോഗ്ലോബിൻ 4.2. സാധാരണ ഒരു നോർമൽ പേഷ്യന്റിന് 14.5 വരെ ആവേണ്ടത് എനിക്ക് 4.2 ആയിരുന്നു. അതുപോലെ എൻ്റെ ടോട്ടൽ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ WBC അടക്കം എല്ലാ കൗണ്ടുകളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് WBC 10,000-ൽ കൂടുതലാകാൻ പാടില്ല. അതെനിക്ക് 1,00,000-ൽ കൂടുതലായിരുന്നു. അതുപോലെ എൻ്റെ പ്ലേറ്റ്ലെറ്റ്സും വളരെ വിചിത്രം. അങ്ങനെ എല്ലാ റിസൾട്ടുകളും വളരെ മോശമായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, അവിടെ ഈ റിസൾട്ടിന്റെ മേളിൽ ഡോക്ടർ എഴുതി വെച്ചേക്കുക കുറി, അതെ റെഡ് ഇങ്കില് ഡോക്ടർ ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞ് എഴുതാനിട വന്നു. ആ റിസൾട്ട് കണ്ടപ്പോൾ പെട്ടെന്ന് നമുക്കറിയാം ഒരു ക്യാൻസറിന്റെ എൻ്റെ ഫസ്റ്റ് പോസ്റ്റിങ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പൊ അവിടേക്ക് ഞാൻ കീമോതെറാപ്പിയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ആ കീമോതെറാപ്പി വാർഡിൽ നടക്കുന്ന കാര്യങ്ങളും പേഷ്യന്റിനെ ഞങ്ങൾ പാക്ക് ചെയ്ത് മരിച്ചു കഴിയുമ്പോൾ പാക്ക് ചെയ്യണതും എല്ലാ കാര്യങ്ങളും ഒരു നേഴ്സ് എന്ന നിലയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ അനർത്ഥങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ വളരെയധികം ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് എൻ്റെ കർത്താവ് എൻ്റെ മനസ്സിന്റെ സമനില തെറ്റിക്കാതെ എന്നെ നിർത്തിയ വലിയവനായ കർത്താവിന് ഞാൻ സർവ്വമഹത്വം അർപ്പിക്കുന്നു, സർവസ്തുതിയും അർപ്പിക്കുന്നു, എന്ന സ്തോത്രം അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ നല്ല കർത്താവാണ് എന്നെ സ്നേഹിച്ചത്. അന്ന് രാത്രിയിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ അവളെ ഭക്ഷണമൊക്കെ കൊടുത്ത് കടന്നു വിട്ട് അവൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ എൻ്റെ ഭർത്താവ് നോർമലി അദ്ദേഹം ഉറങ്ങുന്നത് കാണുവാൻ ദൈവം കൃപ തന്നു. അതുപോലെ എൻ്റെ 2 കുഞ്ഞുങ്ങളും മുകളിൽ കിടന്ന് സ്വസ്ഥമായി ഉറങ്ങുന്നു. ഞാൻ അങ്ങ് സന്തോഷിച്ചു പോയി. കാരണം എനിക്ക് ഇത്ര വലിയൊരു അനർത്ഥം, ഇത്ര മാരകമായ രോഗം വന്നു എന്ന് പറഞ്ഞിട്ടും ഇവരുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്താതെ, ഇവരുടെ സമാധാനത്തെ കെടുത്താതെ, ഞങ്ങളുടെ കുടുംബത്തെ ശിഥിലമാക്കാതെ ദൈവം അനുഗ്രഹിച്ച ദൈവത്തിന്റെ കരുണയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ 42 വയസ്സിൽ എനിക്ക് ബ്ലഡ് ക്യാൻസർ വന്നു. അത് റിസൾട്ടും കൊണ്ട് ഞാൻ ഓൺകോളജി, അതായത് മുളങ്കുന്നത്തുകാവ്, തൃശ്ശൂർ മുളങ്കുന്നത്തുകാവ് ഹോസ്പിറ്റലിൽ ഓൺകോളജി ഡിപ്പാർട്ട്മെന്റിൽ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ സ്കാനും എൻ്റെ എക്സ്റേയും ഒക്കെ എടുത്തു. വീണ്ടും ആ ടെസ്റ്റുകളൊക്കെ ചെയ്തു. അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞു, സിസ്റ്ററെ എത്രയും വേഗം ഒരു ബോൺമാരെ എടുക്കണം. ആ ബോൺമാരെ എടുത്തു.
അതെല്ലാം റിസൾട്ടും കൊണ്ട് അവർ വീണ്ടും പറഞ്ഞു WBC 1,37,000 എത്രയും വേഗം RCCയിൽ കടന്നു പോകണമെന്ന് അദ്ദേഹം പറയാനിട വന്നു. ഞങ്ങൾ അവിടെ നിന്ന് അപ്പോൾ ആ റിസൾട്ടിൽ പ്രകാരം പറയുകയാണെങ്കിൽ എക്സ്റേ ഒക്കെ വളരെ വലിപ്പത്തിലുള്ള എക്സ്റേ ആയിരുന്നു. അതുപോലെ നിങ്ങൾക്കറിയാം ഹാർട്ടിലൊക്കെ കാർഡിയാക് മെഗാളി, ലിവർ മെഗാളി എന്ന് പറഞ്ഞ വലിയ ഒരു സൈസ്, അങ്ങനത്തെ ഒരു വലിയൊരു മെഗാളി ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം നിങ്ങൾ കടന്നു പോകണമെന്ന് പറഞ്ഞു. സ്കാൻ റിപ്പോർട്ട് വളരെ പത്തറ്റിക് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് കുഞ്ഞുങ്ങളുമായി ഹസ്ബൻഡുമായി ഞാൻ RCC ഹോസ്പിറ്റലിൽ കടന്നുപോയി. ഞങ്ങൾക്ക് മുമ്പേ വഴിയൊരുക്കിയ നല്ല കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങൾ അവിടെ അനുഭവിച്ചറിഞ്ഞു. ഇവിടെ നിന്ന് തന്നെ ഡോക്ടേഴ്സ് വിളിച്ചു പറഞ്ഞു. അവിടെ ഡോക്ടർ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഡോക്ടറെ കാണുവാനിട വന്നു. അദ്ദേഹം വളരെ ഒരു ബ്രദർലിഹുഡിലാണ്, വളരെ ഒരു ഡോക്ടർ ഇതിലല്ല, വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങളെ ശുശ്രൂഷിക്കാൻ ദൈവം കരുതിയ ഒരു വൈദ്യൻ, മഹാവൈദ്യനായ ദൈവത്തിന്റെ കരുണ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ വൈദ്യൻ ഡോക്ടർ ശ്രീജിത്ത് വളരെ ഞങ്ങളെ നന്നായിട്ട് ഞങ്ങളെ ഗവനിച്ചു. അദ്ദേഹം ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. ഉടനെ തന്നെ ഒരു ബോൺ മാരോ കൂടി എടുക്കണം എന്ന് പറഞ്ഞു. വീണ്ടും 1,37,000 എന്ന കൗണ്ടോടുകൂടി 4 പ്രാവശ്യത്തെ റിസൾട്ട് എനിക്ക് വന്നതിൽ ഈ ലോകം എന്നെ മുദ്ര കുത്തി ഞാനൊരു ബ്ലഡ് ക്യാൻസർ പേഷ്യന്റ് ആണെന്ന്. പ്ലേറ്റ്ലെറ്റ്സും എല്ലാം റിസൾട്ടുകളും വളരെ മോശമായ റിസൾട്ടുകളായിരുന്നു. അവിടെ നിന്ന് ഡോക്ടർ ട്രീറ്റ്മെന്റ് ആരംഭിക്കണം പറഞ്ഞു. ഞങ്ങൾ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. ദൈവകൃപയാൽ 1 മാസത്തെ ട്രീറ്റ്മെന്റിന് ഞങ്ങൾക്ക് 2,70,000 രൂപ വരും. എന്നാൽ റീഇംബേഴ്സ്മെന്റ് കിട്ടാത്തൊരു കാലമായിരുന്നു. ഒരു തരത്തിലും ഒരാളും ഇല്ല. ഞങ്ങൾ ബിസിനസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ പെട്ടെന്ന് തീർന്നു. ഒരു ദിവസം തന്നെ മെഡിസിൻ വാങ്ങിക്കണമെങ്കിൽ നല്ല പൈസയാണ്. ഞങ്ങളുടെ ട്രാൻസ്പോർട്ടേഷന് നല്ല പൈസയാണ്, ലാബ് ടെസ്റ്റുകൾക്ക് നല്ല പൈസയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു മാസം ഞങ്ങളുടെ തള്ളി നീക്കണമെങ്കിൽ 2,70,000 രൂപ വേണം. ആ സിറ്റുവേഷനിൽ ഞങ്ങളെ കരുതാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് വളരെ സ്നേഹസമ്പന്നനായ ഹസ്ബൻഡാണ്. അദ്ദേഹം യോഹന്നാൻ 14:14 എഴുതി വെച്ചിട്ട് ഇങ്ങനെ എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഞാനത് ചെയ്തു തരും. ഇതൊരു പ്രോമിസ് വേർഡാണ്, കർത്താവിന്റെ വാഗ്ദത്ത വചനമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമക്കളെ, നിങ്ങളും ഈ വചനത്തെ എഴുതി വെച്ച് ഞങ്ങൾക്കൊരു ലഭിച്ചൊരു കാര്യമാണ്. 2,70,000 രൂപ വില വരുന്ന ഈ മരുന്ന് ദൈവകൃപയാൽ, ദൈവത്തിന്റെ അനന്ത സ്നേഹത്താൽ ഞങ്ങൾക്കത് ഫ്രീ ഓഫ് കോസ്റ്റില് മാക്സ് ഫൗണ്ടേഷന്റെ ഇതില് ഗ്ലീവാക് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ ഞങ്ങൾക്ക് തന്നു. ഞങ്ങളത് കഴിക്കുവാൻ ദൈവം ഇടതന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ മരുന്ന് എൻ്റെ ജീവിതത്തിൽ 2003 എനിക്ക് ആ രോഗം വന്നത്. ആ സമയത്ത് തന്നെ ഞാൻ ജോർജ് ഏട്ടൻ പറഞ്ഞ വചനങ്ങളൊക്കെ ഏറ്റെടുത്ത് എനിക്ക് ആ കത്തോലിക്ക സഭയിൽ നിന്ന് വരാനുള്ള ആ ഒരു ബൈൻഡ് വിട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നമ്മുടെ മത്തായി 11:15-13 പറയുന്നുണ്ട്, നീ എന്തുകൊണ്ട് പാരമ്പര്യം നീ എന്തുകൊണ്ട് എൻ്റെ വചനത്തെ ലംഘിക്കുന്നു, നീ എന്തുകൊണ്ട് പ്രമാണിക്കുന്നില്ല എന്നൊരു ചോദ്യം പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു. പാരമ്പര്യത്തെക്കാൾ എത്രയോ വലുതായ ദൈവത്തിന്റെ വചനത്തെ ശരിക്കും ഊന്നിപ്പിടിക്കുവാൻ അന്ന് എനിക്ക് ഭാഗ്യം കിട്ടി. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ആ 2003 സെപ്റ്റംബർ 9 ജോസ് ആനത്താനം എന്ന് പറഞ്ഞ ഇവാഞ്ചലിസ്റ്റ്, അദ്ദേഹം ഇപ്പോൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ ആ സ്നേഹത്തിൽ ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു കൺവെൻഷനിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ രക്ഷ ഏറ്റെടുത്തത്. അങ്ങനെ 2003 സെപ്റ്റംബർ 9 യേശുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ അറിയാതെ വിശുദ്ധിയുടെ മണ്ഡലങ്ങളെ ദൈവം നവീകരിച്ചുകൊണ്ടിരുന്നു. ഞാൻ പോയിരുന്ന മേഖലകളൊക്കെ ദൈവം എനിക്ക് തൊട്ട് സൗഖ്യമാക്കി. ഒത്തിരി കാര്യങ്ങൾ ദൈവം എന്നെ പഠിപ്പിച്ചു. അവിടെ നിന്ന് 2004 വിശ്വസിക്കുകയും സ്നാനമേൽക്കാൻ രക്ഷിക്കപ്പെടുമെന്ന വചനപ്രകാരം ഞങ്ങൾ കുടുംബമായി ദൈവത്തെ സ്നാനപ്പെടുവാൻ ദൈവം കൃപ തന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും ആ നാളുകളിൽ ദൈവവചനവുമായി കൂട്ടുനിന്ന് എൻ്റെ കസിൻ ബ്രദറും കസിൻ സിസ്റ്ററും അവരുടെ അമ്മയും എൻ്റെ അമ്മച്ചിയും കൂടി ഞങ്ങൾ 6 പേരാണ് സ്നാനക്കടവിലേക്ക് പോയത്. കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നു. അവര് ദൈവവചനമൊക്കെ പഠിപ്പിച്ചു. 2010 2 ആൺകുഞ്ഞുങ്ങളും സ്നാനപ്പെടുവാൻ ദൈവം കൃപ തന്നു. അതുപോലെ 2015 എൻ്റെ തമിഴ് കുട്ടി, എൻ്റെ പെൺകുഞ്ഞ് എൻ്റെ മക്കള് 2005 സ്നാനപ്പെട്ടു. എൻ്റെ തമിഴ് കുഞ്ഞ് 2010 സ്നാനപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം മുഴുവനായി കർത്താവിനെ അറിയുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനെ അറിഞ്ഞു. വളരെ ദൈവിക സന്തോഷവും സമാധാനം ഞങ്ങളുടെ കുടുംബത്ത് വന്നു. മക്കൾക്കൊക്കെ നല്ല പൊസിഷനും നല്ല എല്ലാം ദൈവം കൊടുത്ത് അനുഗ്രഹിച്ചു. അവർ നല്ല വെൽ സെറ്റിൽഡ് ഫാമിലീസ് ആയിട്ട് ജീവിക്കാൻ ദൈവം കൃപ കൊടുത്തു. എൻ്റെ മോൾക്കാണെങ്കിലും ഈ ചെറുപ്രായത്തിൽ നല്ലൊരു ഭവനവും അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭർത്താവ്. അഭിലാഷിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അഭിമാനത്തോട് പറയണം, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞ് അവനെയും ദൈവം കൊടുത്തനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞങ്ങളെല്ലാവരെയും കരുതി. ഞാൻ പറയുന്നത്
ഈ ദൈവത്തെ അറിഞ്ഞാൽ എന്തൊക്കെ പ്രതിസന്ധിയും പ്രതികൂലം ഉണ്ടായാലും ഈ സന്തോഷവും ദൈവിക സമാധാനം ഒരു നാളത്തും കൈവിടില്ല. അങ്ങനെ ഇനിയും ഒരുപാട് ഒരുപാട് മേഖലകൾ എനിക്കുണ്ട് പറയാനായിട്ട്. സമയത്തിന്റെ പരിമിതി എത്രയുണ്ടോ എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോളാം. ഒരുപാട് അനർത്ഥങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നാമത്തെ കാര്യം ഞാൻ പറയില്ലേ, സൗദി അറേബ്യയിൽ ഞാൻ എന്നെ കർത്താവ് ഒരു പൂ പോലെ പുറത്തെടുത്ത് 90 യുദ്ധ സമയത്ത് എന്നെ കൊണ്ടുവന്നു. അതുപോലെ ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ പല 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 ജേണികളിലും എനിക്ക് അനർത്ഥം വ്യസനത്തിന് കാരണമാകാതെ കർത്താവ് രക്ഷിച്ചു. ഒന്ന്, ഞങ്ങളുടെ ഫാമിലി ട്രിപ്പ് കൊടൈക്കനാലിൽ പോയപ്പോൾ ഞങ്ങളുടെ വണ്ടി തകിടം മറിഞ്ഞ് 4 തിരിഞ്ഞ് ഞങ്ങളുടെ കാല് 4 വീല് മുന്നിലേക്ക് ആയിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബം മുഴുവനും ഒരു പോറിന് പോലും ഇല്ലാതെ ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനും സഹായിച്ച ഒരു കർത്താവ്. ആ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരത്തി ഓമനയും കൂടി കടന്നു വരുമ്പോൾ, ആലപ്പുഴ ട്രെയിനാണ് ഞങ്ങൾ കടന്നു വരിക, ചെന്നൈ ആലപ്പുഴ. ആ ട്രെയിനിൽ ഞങ്ങൾ തൃശ്ശൂർ നിൽക്കുവാണ്. ഞങ്ങൾ അതിൽ കയറി കമ്പാർട്ട്മെന്റ് വളരെ തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ഏറ്റവും ബാക്കിൽ ഞങ്ങൾ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറി. കാരണം ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറിയാൽ ഞങ്ങൾക്ക് ഇറങ്ങാൻ അങ്കമാലിൽ ബുദ്ധിമുട്ടാണെന്ന്, പ്ലാറ്റ്ഫോം ഇല്ല, കാലം പഴയതാണല്ലോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങണം. അപ്പൊ ഞങ്ങളുടെ കാലെല്ലാം വേദനിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും മുൻപിൽ സ്ലീപ്പർ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിൽ നിൽക്കും. കൺസെഷൻ ആണല്ലോ ഞങ്ങൾക്ക്. അപ്പൊ ഇതിൽ കയറിയപ്പോ തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയെങ്കിലും അതിൽ ഞങ്ങളുടെ ഒരു കൂട്ടുകാരിയുടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ചെന്നൈയിൽ നിന്ന് വരുന്നു. അവർ ചെന്നൈയിലാണ് ജോലി. ആ കമ്പാർട്ട്മെന്റ് തന്നെ പൊട്ടി. ഞങ്ങൾ കയറിയ കമ്പാർട്ട്മെന്റ് തന്നെ ബോംബ് വെച്ച്, നിങ്ങൾ അത് ഓർക്കുന്നുണ്ടാവും, തൃശ്ശൂര് 2010 അല്ലെങ്കിൽ 2010 അല്ല 2006 എനിക്ക് തോന്നുന്നത്. എന്നാ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അത് തൃശ്ശൂർ ആലപ്പി ട്രെയിനാണ്, ചെന്നൈ ആലപ്പി. അത് പൊട്ടി. ഞങ്ങൾ കമ്പാർട്ട്മെന്റ് പൊട്ടി എന്ന് പറയേണ്ട കാര്യം, ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ ഒരു സിസ്റ്ററിന്റെ കൂട്ടുകാരി ഉണ്ടെന്ന് പറയില്ല, ആ കൂട്ടുകാരി ഞങ്ങൾ വൈകുന്നേരം ചെല്ലുമ്പോൾ കേഷ്വാലിറ്റിയിലുണ്ടായിരുന്നു, വീട്ടിനായി ഡ്യൂട്ടിക്ക് പോയപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊരു ഭയങ്കര ബ്ലാസ്റ്റ് സൗണ്ട് വന്നു. നിറയെ പുകപടലം കൊണ്ട് സ്റ്റേഷൻ മുഴുവൻ അന്ധകാരത്തിൽ നിറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും എടുത്തോടി. ഞങ്ങൾ വീട്ടിൽ കയറാൻ അവിടെയും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ കമ്പാർട്ട്മെന്റിലായിരുന്നല്ലോ ഒരുപാട് ലോസ് ഒന്നുണ്ടായ കമ്പാർട്ട്മെന്റാണ്. ഡെത്ത് ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ആ കമ്പാർട്ട്മെന്റിൽ ദൈവകൃപയാൽ അവിടെ ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ ഒരുപാട് അനർത്ഥത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ റീസെന്റ് എനിക്ക് വന്നൊരു കാര്യമാണ്, എനിക്ക് പെട്ടെന്ന് എൻ്റെ ഭയങ്കര വെയിറ്റ് ലോസ് ഉണ്ടായി. 7 കിലോ വെയിറ്റ് എൻ്റെ പെട്ടെന്ന് കുറഞ്ഞു. എനിക്ക് ഇൻഡസ്റ്റൈനിലെ പ്രോബ്ലം ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കുകയില്ലായിരുന്നു, എല്ലാ ഭക്ഷണത്തിനോടും ഒരു അവജ്ഞയായിരുന്നു. ഡോക്ടർ ഇങ്ങനെ 100 ഹിസ്റ്ററീസ് ക്യാൻസർ സംബന്ധമായിട്ടുള്ളത് കൊണ്ട് ഡോക്ടർ വളരെ റൂൾ ഔട്ട് ചെയ്യാനിട വന്നു. എൻഡോസ്കോപ്പിയും ഗാസ്ട്രോസ്കോപ്പിയും നോക്കി. അവിടെ ഡോക്ടർ ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഏതെങ്കിലും ക്യാൻസർ സെൽസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ അനന്ത കൃപയാൽ ഒരു മൈന്യൂട്ട് സെല്ല് പോലും ഇല്ലാതെ ദൈവം എന്നെ സഹായിച്ചു. ഈ 42-ാം വയസ്സിൽ വന്ന ബ്ലഡ് ക്യാൻസർ എനിക്ക് 2004 ക്യാൻസർ വരുന്നത്, 2003 ക്യാൻസർ വരുന്നത്. 2006 ഒരു ബോൺ മാരോ റിപ്പോർട്ടിൽ ദൈവത്തിന്റെ കൃപയാൽ ഡോക്ടർ കണ്ണിലെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്തോ നല്ലൊരു റിസൾട്ട് ആണല്ലോ എന്ന്. അതിൽ കണ്ടപ്പോൾ ഡോക്ടർ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു. ഒരു മൈന്യൂട്ട് പോലും ക്യാൻസർ സെല്ലില്ലാതെ എൻ്റെ ബ്ലഡിനെ ശുദ്ധീകരിച്ച് ഇന്ന് വരെ ക്യാൻസറിന്റെ ഒരു സെല്ലുമില്ലാതെ കാത്തു പരിപാലിക്കുന്ന, ശാരീരിക സൗഖ്യം തന്ന്, ആത്മീയ ബലം തന്ന്, ഭൗതിക നന്മകൾ തന്ന് അനുഗ്രഹിക്കുന്ന നല്ല കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സർവനാമത്തിൽ മേലായ നാമം എന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ കർത്താവല്ലാതെ ആരാധ്യൻ ആരുമില്ല. ആ കർത്താവല്ലാതെ നമുക്ക് സ്നേഹിക്കാൻ ആരുമില്ല. ആശ്രയിക്കാൻ കൊള്ളാവുന്ന നല്ല ദൈവത്തിനെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കുവാനോ കരുതുവാനോ ഒന്നും നമുക്ക് ഭൂമിയിൽ ആരുമില്ല. അവൾ എത്ര സ്നേഹിക്കുന്നവർ, എൻ്റെ ജോർജ് വോറിക്സ് എന്ന് പറഞ്ഞ എൻ്റെ ഹസ്ബൻഡ് പോലും, ഈ ഭൂമിയിൽ എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ഹസ്ബൻഡാ. ആ ഹസ്ബൻഡ് പോലും എൻ്റെ കർത്താവിനോളം വരില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടുക, രക്ഷ പ്രാപിച്ചവർ നിശ്ചയമായിട്ട് സ്ഥാനപ്പെട്ട് രക്ഷയിലേക്ക് കടന്നു വരുവാനും ആ നിത്യജീവൻ പ്രാപിക്കുവാനും നിങ്ങൾ നോക്കണമേ എന്ന് ഞാൻ പ്രത്യേകം ആവർത്തിച്ച് പറയുകയാണ്. യോഹന്നാൻ 3:16 തിരുവചനമുണ്ട്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ എന്ന് പറഞ്ഞാൽ നമ്മെ സ്നേഹിച്ചു. ദ ലവ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഗോഡ്സ് ലവ് കൂടെ പറയാതെ എനിക്ക് മുന്നിലേക്ക് എന്റെ സാക്ഷ്യത്തെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഗോഡ്സ് ലവ് പറയുന്നത്. കാരണം നമ്മൾ പാപികളായിരുന്നു നമ്മൾക്ക് വേണ്ടി ഈ ലോകത്ത് ഒരു മനുഷ്യനും മരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഭർത്താവായിക്കോട്ടെ, നിങ്ങളുടെ ഭർത്താവായിക്കോട്ടെ, നിങ്ങൾ സ്നേഹിക്കുന്ന മാതാപിതാക്കളായിക്കോട്ടെ, ആരും നമ്മുടെ ജീവിതത്തിൽ ആരും നമുക്ക് വേണ്ടി മരിക്കില്ല. എന്നാൽ
പാപികളായി നമ്മളെ തേടി വന്ന ഒരുവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. പിതാവിന്റെ വലിയ സ്നേഹമായിരുന്നു നമുക്ക് വേണ്ടി ഒരാളെ അർപ്പിക്കാൻ സ്വന്തം പുത്രനെ തന്നു. ചിന്തിച്ചു നോക്കി, അത്രത്തോളം ദൈവം നമ്മെ സ്നേഹിച്ചു. പിതാവിന്റെ സ്നേഹമായിരുന്നു നമ്മളോട് കാണിച്ചത്, തന്റെ പുത്രനെ തന്നു. പുത്രൻ നമുക്ക് വേണ്ടി തന്നതോ ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് നമുക്ക് വേണ്ടി ഫെഡപ്പായി. ആ ഒരു അവസാന തുള്ളി ഒരു രക്തം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചിന്തി. എനിക്ക് വേണ്ടി എന്റെ കർത്താവ് യാഗമായി തീർന്നു. എന്റെ കർത്താവ് കാൽവറി ക്രൂശിൽ പിടഞ്ഞു മരിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു. അവന്റെ അടിപ്പിണരുകളുള്ള സൗഖ്യമാണ് എന്നെ ക്യാൻസറിൽ നിന്ന് വിടുവിച്ചത്. അവന്റെ ആ സ്നേഹം, അവന്റെ കരുതൽ, ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കേണ്ട ആവശ്യമെന്ന് കരുതി ആ ദൈവം എനിക്ക് കാൽവറി ക്രൂശിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യാഗമായി തീർന്നു. ആ നല്ല ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. ആ ദൈവത്തിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത്, ഈ പുത്രനിലൂടെ കിട്ടിയ രക്ഷ ലോകത്തിൽ മറ്റൊരാളും രക്ഷിക്കപ്പെടുവാൻ, രക്ഷയല്ലാത്ത ഈ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊന്നുമില്ല. ഏത് ലോകത്തിനെയും ഏത് ലോകവും മുഴങ്കാലമടക്കുന്ന, ഭൂമിയും സ്വർഗവും ഒക്കെ മുഴങ്കാലമടക്കുന്ന ഒരു ദിവസം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിനെ നമുക്ക് വാഴ്ത്താം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആ യോഹന്നാൻ 3:16 പറഞ്ഞ സത്യവചനം എത്രയോ അർത്ഥവത്തായ ഒരു വചനമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കരുണ കൂടിയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം സ്നേഹിച്ച കരുതലുകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സങ്കടം എനിക്കുണ്ട്. കാരണം നമ്മുടെ കർത്താവ് നമ്മൾ ഇത്ര സ്നേഹിച്ചപ്പോൾ നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ 2015 എൻ്റെ സർവീസ് കാലം പറഞ്ഞു കഴിഞ്ഞാൽ 1982 ഞാൻ 83 ഞാൻ ജോലിക്ക് ചെയ്തു. ജോലിയിൽ കണ്ടിന്യൂ ചെയ്തു. 89 മുതൽ 96 വരെ ഞാൻ സൗദിയിലായിരുന്നു. അതിനുശേഷം വീണ്ടും ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്ത് 10 വർഷത്തെ ലീവ് എടുത്തിട്ടാണ് ഞാൻ പോയത് ആ ജോലിക്ക്. അവിടെ നിന്ന് ആ ജോലി കഴിഞ്ഞ് ഞാൻ ജോലിയിൽ നിന്ന് കടന്നു വന്നു. ഞാൻ വീണ്ടും ജോയിൻ ചെയ്തു. ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ജോലികളൊക്കെ മെഡിക്കൽ കോളേജിൽ ചെയ്തു. അവിടെ നിന്ന് ഞാൻ ഗസറ്റഡ് റാങ്കിലേക്ക്, അതായത് നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് ഗസറ്റഡ് റാങ്കിലേക്ക് ഞാൻ പ്രവേശിച്ചു. ഗാന്ധിഗ്രാം ഡെർമറ്റോളജി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ കടന്നു വന്നു. കൊരട്ടി തന്നെയാണത്. പണ്ടത്തെ ലെപ്രസി ഹോസ്പിറ്റൽ, ഇപ്പോൾ ഇട്ട പേരാണ് ഗാന്ധിഗ്രാം ഗവൺമെന്റ് ഡെർമറ്റോളജി ഹോസ്പിറ്റലിൽ നിന്ന്. അവിടെ ഞാൻ വർഷങ്ങളോളം വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ദൈവം ഇടതന്നു. ഒരു ഗസറ്റഡ് റാങ്കിൽ നിന്ന് ദൈവം എനിക്ക് വിരമിക്കാൻ ഭാഗ്യം തന്നു. 2013 ബിസിനസ് അവാർഡ് എനിക്ക് ദൈവം തന്നു. കാരണം ദൈവത്തെ അറിഞ്ഞവന് ദൈവം ഒരിക്കലും പ്രതിഫലം തരാതിരിക്കില്ല. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കുമെന്ന് വചനം പറയുന്നു. നാം ദൈവത്തെ ഉയർത്തിയാൽ നിശ്ചയമായിട്ടും ദൈവം നമ്മൾ ഉയർത്തുക തന്നെ ചെയ്യും. അതിന്റെ ഒരു ശരിക്കും ഞാൻ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് 2013 എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ട ആളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു ആത്മീയ പിതാവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എനിക്ക് പാസ്റ്റർ ജോയ് പാറയ്ക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ആത്മീയ പിതാവാണ് അദ്ദേഹം എൻ്റെ വീടിന്റെ അടുത്ത്, ഞാൻ കമാലിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ സിസ്റ്റർ ബിജിയാണ് എൻ്റെ കൂട്ടുകാരി. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും കൈത്താങ്ങാനും ഒക്കെയും പ്രിയ സിസ്റ്റർ ബിജി മിടിക്കുകയായിരുന്നു. രക്ഷിക്കപ്പെട്ട്, അതായത് സൗഖ്യം വരുന്നതിന് മുൻപായി ഞാൻ അനേകം വേദികളിൽ ദൈവത്തിനെ സാക്ഷീകരിക്കാൻ ദൈവം ഭാഗ്യം തന്നു. കാരണം പ്രിയർ പാസ്റ്റർ കൺവെൻഷൻ പ്രാസംഗികനും ഉപവാസ പ്രാർത്ഥനയൊക്കെ ചെയ്യുന്ന പാസ്റ്റർ ആയതുകൊണ്ട് നല്ല പ്രാസംഗികനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം പോകുന്ന മേഖലകളിലേക്ക് എന്നെയും ഹസ്ബൻഡിനെയും വിജി സിസ്റ്റർ കൂടെയുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ആ സമയത്തൊക്കെയും ദൈവത്തെ സാക്ഷീകരിക്കാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. എന്നാൽ 2006 ദൈവം തന്ന വിടുതലുകൾക്കൊക്കെ അന്നൊക്കെ ഞാൻ സാക്ഷ്യം പറയുമ്പോൾ പലപ്പോഴും പലരും കളിയാക്കിയിട്ടുണ്ട്. കാരണം എന്ത് സാക്ഷ്യം പറയാനാ, ക്യാൻസറോട് ഇരിപ്പുണ്ട്, പിന്നെ എന്താ സാക്ഷ്യം പറയണം? അപ്പൊ ഞാൻ പറയും, ഒരു ദിവസം പോലും കർത്താവ് എന്നെ കട്ടിലിൽ കിടത്തി ഉറക്കിയില്ല എന്ന് പറയാനുള്ള സാക്ഷിയായിരുന്നു. അപ്പൊ ഞാൻ കർത്താവിനോട് പറയും, കർത്താവെ 118 സങ്കീർത്തനം 17 ഞാൻ എപ്പോഴും പറയും, ഞാൻ മരിക്കില്ല ജീവിക്കും, പ്രത്യേക കർത്താവിന്റെ പ്രവൃത്തികൾ ഞാൻ വർണ്ണിക്കും. ഞാൻ കർത്താവെ, നീ എനിക്കൊരു ജീവിതം മടക്കി തന്നാൽ നിശ്ചയമായിട്ടും കർത്താവെ ഞാൻ നിന്നെ സ്നേഹിച്ച് നിന്റെ പാത പിന്തുടർന്ന് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നിന്റെ ഉത്തമ സാക്ഷിയായി നിൽക്കുമെന്ന് കർത്താവിന് പ്രതിജ്ഞ ചെയ്തു. അന്ന് പോയ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ 2006 കർത്താവ് എനിക്ക് സൗഖ്യം തന്നപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെയും പോയി വീണ്ടും സാക്ഷ്യം പറയുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ എൻ്റെ ആത്മീയ പിതാവിനുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു.
ഇന്നും എന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്ന എന്റെ പാസ്റ്ററാണ്. പല മേഖലകളിൽ എന്റെ കുറവുകളെയും കുറ്റങ്ങളെയും പറഞ്ഞ് തിരുത്തുകയും എനിക്ക് പറഞ്ഞ് വചനം പഠിപ്പിച്ചു തരികയൊക്കെ ചെയ്യുന്നത് എന്റെ പാസ്റ്ററാണ്. ദൈവം പ്രിയ പാസ്റ്ററെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ പാസ്റ്ററിനും കുഞ്ഞുങ്ങളുണ്ട്, കൊച്ചുമക്കളുണ്ട്, അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് പ്രത്യേകം നന്ദി അർപ്പിക്കുന്ന ഈ സമയം. അങ്ങനെ ആത്മീയമായി വളരുവാൻ ദൈവം തന്ന ഭാഗ്യം 2015 ദൈവം എന്നെ അനുഗ്രഹിച്ചു. റിട്ടയർമെന്റ് ഞാൻ കഴിഞ്ഞു. 2015 ബെസ്റ്റ് നേഴ്സ് അവാർഡൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പോളോ ഹോസ്പിറ്റൽ 2015 സ്റ്റാർട്ട് ചെയ്തു. ഞാനത് അവിടെ കിട്ടുമെന്ന് വിചാരിച്ചു. എന്നാൽ 2015 സ്റ്റാർട്ട് ചെയ്യേണ്ട അപ്പോളോ ഹോസ്പിറ്റൽ 2017 19 മറ്റോ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് എൻ്റെ അമ്മച്ചി, ഹസ്ബൻഡിന്റെ അമ്മച്ചി അൾഷിമറായിട്ട് ഭവനത്തിലായിരുന്നത് കൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല. പലയിടത്തുനിന്നും നല്ല ഓഫറുകളൊക്കെ വന്നെങ്കിലും ജോലിയേക്കാൾ കൂടുതൽ എൻ്റെ അമ്മച്ചിയെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അമ്മച്ചിയെ നോക്കുവാൻ ദൈവം കൃപ തന്നു. എൻ്റെ സ്വന്തം അമ്മച്ചിയും, എൻ്റെ അപ്പച്ചൻ മരിച്ചതുകൊണ്ട് ഞാൻ ഇളയ മോളായതുകൊണ്ടും അമ്മച്ചിയുടെ എന്നോടുള്ള ഒരുപാട് സ്നേഹം കൊണ്ട് ഞാൻ ഭവനത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. അമ്മച്ചി 2012 മരിച്ചത്. ഈ അമ്മച്ചി 2021 മരിച്ചു. കോവിഡ് സമയത്താണ് എൻ്റെ അമ്മച്ചി മരിക്കുന്നത്. അതിന് അമ്മച്ചിയെ നോക്കാൻ ഭാഗ്യം ലഭിച്ചു. അങ്ങനെ അമ്മച്ചിയെ എന്ന് മാത്രമല്ല, എൻ്റെ ജോർജേട്ടന് ഒരു അമ്മായിമാരുണ്ടായിരുന്നു. അവരെയും നോക്കുവാൻ വിധവകളായിട്ടുള്ള അമ്മായി ഉണ്ടായിരുന്ന ഒരാള്, പിന്നെ അല്ലാത്തൊരു അമ്മായി ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കുവാനും ഹോം നേഴ്സസിനെ വെച്ചിട്ടായാലും നോക്കി അവരെയൊക്കെ ശുശ്രൂഷിക്കുവാനും ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ആത്മീയ പിതാവ് പറഞ്ഞത്, ഒരു പ്രയർ സെല്ല് തുടങ്ങിക്കൂടെ ആൻറ്റി എന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ ഞാനത് ചിന്തിച്ചു. അങ്ങനെ 2021 ദൈവകൃപയാൽ ജെറുസലേം വിമൻസ് പ്രയർ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രയർ സെല്ല് എനിക്ക് തരുവാൻ ദൈവം ഭാഗ്യം തോന്നി. ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് ആ പ്രയർ സെല്ല് ആരംഭിച്ചു. 200-ൽ പരം സഹോദരിമാരുള്ള ഒരു പ്രയർ സെല്ലാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞങ്ങൾക്ക് അതിൽ ലീഡേഴ്സ് ഉണ്ട്. സ്റ്റേറ്റ് ലീഡേഴ്സ്, ഡിസ്ട്രിക്ട് ലീഡേഴ്സ്, കോർഡിനേറ്റേഴ്സ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അങ്ങനെയാണ് പ്രാർത്ഥന നടക്കുന്നത്. ദിനംതോറും 3 to 5 ആയിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. ഇപ്പൊ 4 to 5 ആക്കി ഞങ്ങൾ ചുരുക്കി. പലപ്പോഴും പലർക്കും ശാരീരിക ക്ഷീണങ്ങൾ 60-ൽ കൂടുതലുള്ള ഒരുപാട് പേരുണ്ട്. അതിൽ ശാരീരിക ക്ഷീണങ്ങളുള്ളത് ഞങ്ങൾ 4 to 5 ആക്കി വീണ്ടും ക്രമീകരിച്ചു. ഇപ്പോൾ ഞങ്ങൾ അത് 21 മുതൽ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ 2026 ജൂലൈ മാസം വരുമ്പോൾ ഞങ്ങളുടെ 6th ഇയർ ആണ്, അതിന്റെ വാർഷികമാവുന്നു. വളരെ ഭംഗിയായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ, മിഷൻ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ ജെറുസലേം വിമൻസ് പ്രയർ ഫെലോഷിപ്പുമായി മുന്നോട്ട് പോകുന്നു. ആ പ്രയർ സെല്ലിൽ എനിക്ക് ഞങ്ങളുടെ ഇന്ത്യൻ പ്രയർ ആർമി എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയിൽ ജോയ് പാറയ്ക്കൽ പാസ്റ്ററാണ്. പാസ്റ്റർ ജോയ് പാറയ്ക്കൽ എൻ്റെ ആത്മീയ ഗുരുവാണ്, അതിന്റെ ഡയറക്ടർ. അദ്ദേഹം മൂലം ഞങ്ങൾ സുവിശേഷീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളും പോയി. ഇനി ഞങ്ങൾ അടുത്ത ഈ ഒക്ടോബറിൽ പോകുന്ന ലക്ഷദ്വീപാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കടന്നു പോകുവാൻ ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ സുവിശേഷീകരണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് കവർന്നതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, എൻ്റെ സഹോദരിമാരെ കൊണ്ടുപോയി ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ അവിടെ ഭാഗമാക്കിയാലോ എന്ന് ചിന്തിച്ചു. അങ്ങനെ ഞങ്ങൾ 12 സ്റ്റേറ്റ് ഇതിനോടകം ഞാനും എൻ്റെ സഹോദരിമാര് 10 പേരടങ്ങുന്ന ഒരു ടീം എല്ലാ വർഷങ്ങളും കടന്നുപോയി. ഈ വർഷം ഞങ്ങൾ ബീഹാറും ജമ്മു കാശ്മീറുമാണ് കടന്നു പോകുന്നത്. ഒക്ടോബറിൽ ഞങ്ങൾ കടന്നു പോകും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടാൽ ആ ശുശ്രൂഷകളും ഏറ്റവും മനോഹരമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ദൈവത്തിനെ ഉയർത്തുമ്പോഴും ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് ഭൗതിക തലത്തിലായാലും ആത്മീയ തലത്തിലായാലും ഏത് തലത്തിലായാലും എനിക്ക് ദൈവം തരുന്ന എല്ലാ നന്മകൾക്കുമായി നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒത്തിരി കാര്യങ്ങൾ വിട്ടോ എന്നൊന്നും എനിക്കറിയില്ല. ദൈവത്തിന്റെ കൃപയാൽ ഞാനിങ്ങനെ സംസാരിച്ചു പോകുന്നു. പാസ്റ്റർ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് ചോദിക്കാം. ഞാൻ ഇപ്പോഴും പാസ്റ്ററെ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്. വചനത്തിൽ പറയുന്നുണ്ട്, അപ്പോസ്തലപ്രവൃത്തി 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് ജെറുസലേമിലും യൂദയായാലും സമറിയായാലും ഭൂമിയുടെ അതിർത്തി വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഈ ശക്തി ലഭിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഇതിന് സാധിക്കുകയുള്ളൂ. നിശ്ചയമായിട്ടും അനേക സ്ഥലങ്ങളിൽ പോകുവാൻ, രാജ്യങ്ങളിൽ പോകുവാൻ, നമ്മുടെ ഇന്ത്യ മുഴുവൻ പോകുവാൻ, കേരളത്തിലുടനീളം എല്ലാ ജില്ലകളും സഞ്ചരിക്കുവാനൊക്കെ ദൈവം കൃപ തന്നു. ഇനിയും ദൈവത്തിന് വേണ്ടി കർത്താവിന്റെ സാക്ഷിയായി ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം എന്നെ അനുഗ്രഹിക്കണം. സക്കരിയാവ് 8:23 പറയുന്നുണ്ട്, ഒരുവൻ 10 സകല ജാതികളിൽ നിന്നും 10 പേർ 10 ഭാഷയിൽ നിന്നുമുള്ളവര് ഒരു യഹൂദന്റെ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ പിടിച്ചിട്ട് പറഞ്ഞു, നിന്നിൽ ദൈവമുണ്ട്, നിന്നിൽ ദൈവമുണ്ട്, ഞങ്ങൾ നിന്റെ കൂടെ പോയിരുന്നു. നിന്റെ ദൈവത്തെ വിശ്വസിക്കാൻ, നിന്റെ ദൈവത്തെ കാണുവാൻ, നിന്റെ ദൈവത്തെ ഇഷ്ടപ്പെടുവാൻ ആ യഹൂദനെ പിടിച്ച് ഹല്ലേലൂയ അവർ തൂങ്ങിയെങ്കിൽ നിശ്ചയമായിട്ടും നമ്മളെ കാണുന്ന വ്യക്തിത്വങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവിനെ അറിയുവാനും കർത്താവിനെ സ്നേഹിക്കുവാനും കഴിയണം. നിശ്ചയമായിട്ടും
അത് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ പ്രകാശം നമ്മുടെ മേൽ വന്നിരിക്കുക. ഷെയറിന്റെ ഒന്നിലെ പറയുന്നത് പ്രകാശം മേൽ വന്നിരിക്കുക, ഉദിക്കുക, ഉദിച്ചുകൊണ്ടിരിക്കുക നമ്മളെല്ലാവരും. ഹാലലിയ. ക്യാൻസർ ഉണ്ടായി, ബ്രെയിൻ ട്യൂമർ ഉണ്ടായി, ബ്ലഡ് ക്യാൻസർ ഉണ്ടായി. ഞാൻ അത് പറഞ്ഞില്ല, 62 വയസ്സിൽ എന്റെ സ്പൈൻ പാസ്റ്റർ, ഞാൻ ബെൽറ്റ് ഇട്ടിട്ടാ ഇരിക്കുന്നത്. ഇപ്പൊ കാലിന്റെ മുട്ടില് ഇതുണ്ട്, നടുവിൽ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ ബെൽറ്റ്, ഷോൾഡർ ബെൽറ്റ് ഉണ്ട്, ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. എങ്കിലും കർത്താവ് തരുന്ന കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന. 62 വയസ്സിൽ സ്പൈൻ സർജറി ചെയ്തെന്ന് പറഞ്ഞത് തള്ളി ഇതുവരെ എത്തി. കഴിഞ്ഞ ദിവസം പാസ്റ്ററിന് അറിയാവോ, ഞാൻ ഏപ്രിൽ 4-ാം തീയതി പെട്ടെന്ന് എന്റെ കണ്ണിൽ പെട്ടെന്ന് ടെൻഷൻ വർദ്ധിച്ചു. ഒരു സാഹസികമായിട്ടൊരു ടെൻഷൻ വന്നു, എന്റെ ജീവിതത്തിൽ വന്നു. എന്റെ ഈ റൈറ്റ് ഐ പൊട്ടിപ്പോയി. ഈ കഴിഞ്ഞ ദിവസം വരെ ആന്റിബയോട്ടിക്സ് ഒഴിച്ചു, ഇന്നലെ വരെ ഒഴിച്ചു. ഇന്നും ഇപ്പൊ ഒരു ലൈറ്റായിട്ടത് ഒരു ബ്ലഡിഷ് ആയിട്ട് കിടക്കുകയാണ്. അതുപോലെ അത് കഴിഞ്ഞ് മെയ് 15-ാം തീയതി കാലൊന്ന് വെറുതെ ഉളുക്കി പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അത് ദൈവത്തിന്റെ കരുണയാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോ കർത്താവിനെ അറിഞ്ഞത് കൊണ്ട് സർവ്വതിൽ നിന്ന് വിടുതലെന്നല്ല, കർത്താവിന്റെ താങ്ങലും കരുതലും കരുണയും എന്നും നമ്മളെ ദയ നമ്മൾ ചുറ്റി വളഞ്ഞിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീതിമാനെ അവൻ ദയ ചുറ്റി വളഞ്ഞിരിക്കും. നമ്മൾ കർത്താവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട മക്കളാണ്. നിശ്ചയമായിട്ടും നമ്മുടെ അപ്പനാര നീതിമാൻ, നമ്മുടെ അപ്പനാര ദയുള്ളവൻ, നമ്മുടെ അപ്പനാര മനസ്സലിവുള്ളവൻ. ആർക്ക് മനസ്സലിവ് തോന്നിയില്ലെങ്കിലും നമുക്ക് കർത്താവിന് മനസ്സലിവ് തോന്നും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ നല്ല ദൈവം നമ്മളെ നിശ്ചയമായിട്ടും ശ്രദ്ധിക്കും. എന്നെ കേട്ട ശ്രോതാക്കളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ ഈ കർത്താവിനെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് അതൊരു നഷ്ടമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹമാണ്. ദ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നല്ല പറഞ്ഞത്, ഇറ്റ് ഈസ് ഓൺലി ദ വൺ ബെസ്റ്റ് തിങ്. അത്ര വാല്യുബിൾ ആണ് നമ്മുടെ കർത്താവിന്റെ സ്നേഹം. ഹല്ലേലൂയ. അത് തിരിച്ചറിയുന്ന ഓരോ മക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേകര് പാരമ്പര്യവും പൗരോഹിത്യവും വിട്ടൊക്കെ കടന്നു വന്നു, ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നു. അവരൊക്കെ നിത്യജീവൻ പ്രാപിക്കുമ്പോൾ അനേകർ നഷ്ടപ്പെട്ടു പോകുവാൻ ഈ ഉലകത്തിൽ ഞങ്ങൾക്ക് സങ്കടമുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും വിളിച്ചു പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കളും കർത്താവിനെ അറിയാത്തവരുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ പാരമ്പര്യത്തിനേക്കാൾ വലുതാണ് ഈ കർത്താവ് നിങ്ങൾ ചിന്തിക്കുക. കാരണം കർത്താവ് 2026 വർഷം ആയിട്ടുണ്ട് അല്ലെ, ക്രിസ്തു വർഷം എന്ന് പറയുന്നത് നമുക്കറിയാം. AD BC എന്ന് തിരിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു വർഷം എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വായിൽ നിന്ന് വരുവാണ് ക്രിസ്തു വർഷം 2026. ബിക്കോസ് ചരിത്ര പുരുഷനായ ചരിത്ര ദൈവമായ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ പിറന്നു, ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഈ നല്ല കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്. അപ്പൊ ഈ കർത്താവിനെ നമുക്ക് തേടിവാൻ, കർത്താവിന് രക്ഷ പ്രാപിച്ചാൽ നിശ്ചയമായിട്ട് നിത്യത എന്ന സ്വർഗം നമുക്ക് ലഭിക്കും. അത് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും സഹകരണത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്റെ പ്രിയ പാസ്റ്റർക്ക്, എന്നെ ശ്രദ്ധിച്ച് ഇത്ര നേരിടുന്ന പാസ്റ്റർക്കും പ്രിയപ്പെട്ട ഷാജി സിസ്റ്ററും എല്ലാ നന്മയും നന്ദി അറിയിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ പ്രാർത്ഥന നിങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള പൂർണ്ണമായ ഉറപ്പോടു കൂടിയും ദൈവനാമത്തിൽ താഴ്ന്നിരിക്കുന്നു. പാസ്റ്റർ എന്തെങ്കിലും എന്നോട് ചോദിക്കാം, ഞാൻ ഇനിയും പറയാം. സമയമുണ്ടോ? സമയം പോയെന്ന് ഓർക്കണ്ട ആന്റി, കാരണം സമയം ഇഷ്ടം പോലെ ഉണ്ട്. ആന്റിക്ക് പറയാം, വിട്ടുപോയ അനുഭവങ്ങളൊക്കെ പറയാം. എനിക്ക് മനസ്സിലായി ആന്റി കറക്റ്റ് 1 hour നോക്കി നിർത്തിയതാന്നുള്ളത് എനിക്ക് മനസ്സിലായി. കുറെ ട്രോഫികളൊക്കെ പുറകിലിരിക്കുന്നുണ്ടല്ലോ, ആർക്ക് കിട്ടിയതാ? മക്കൾക്കാണോ അതോ നമുക്കാണോ? ഞാൻ ഒരുപാട് സംഘടനാ പ്രവർത്തനം പാസ്റ്ററോട് പറഞ്ഞു. എനിക്ക് ചാരിറ്റി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റാ. അപ്പൊ ഞാൻ ലയൺസ് പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. ഒരു മെമ്പർഷിപ്പിൽ ഞാൻ ലയൺസ് പ്രസ്ഥാനത്തിലെ ക്യാബിനറ്റ് റാങ്ക് ഉള്ള ആളായിരുന്നു. ഞാനുള്ള ക്യാബിനറ്റില് 24 ജെന്റ്സും ഒരു ലേഡി ഉണ്ടായിരുന്നുള്ളൂ ഞാൻ. അപ്പൊ അത് ആ ക്യാബിനറ്റില് ലയൺസ് പ്രസ്ഥാനമാണ്. പക്ഷെ ഇങ്ങനെ നമ്മുടെ പെന്തക്കോസ്തുകാർക്കൊക്കെ എത്രത്തോളം അത് ഡൈജസ്റ്റ് എന്ന് അറിയില്ല. പക്ഷെ അതിലൂടെ എനിക്ക് ഒരുപാട് സേവനം ചെയ്യാൻ കഴിഞ്ഞു. എൻ്റെ ഈ ഇരിക്കുന്ന വീട് അല്ലാതെ ഞങ്ങൾക്കൊരു പ്ലോട്ടുണ്ട്, വേറൊരു പ്ലോട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന വേറൊരു പ്ലോട്ടില് ഞങ്ങളൊരു ചെറിയ ചർച്ച് പണിതിട്ടുണ്ട്. അവിടെ ഇപ്പൊ പാസ്റ്റർ അനിൽ എബ്രാഹാമാണ് ശുശ്രൂഷ ചെയ്യുന്നത്. പൊങ്ങത്ത് വന്ന് അദ്ദേഹം തിരുവല്ലക്കാരനാണ്, പെരുമ്പാവൂർ താമസിക്കുന്നു. ഇപ്പൊ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. മിക്കവാറും ഞങ്ങളുടെ ആ പ്ലോട്ടിന്റെ അടിയിൽ ഒരു വീടുള്ളതുകൊണ്ട് അതിൽ വേറൊരാൾ താമസിക്കുകയാണ്. അദ്ദേഹം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർ അവിടെ തന്നെ താമസിക്കും. നല്ലൊരു പാസ്റ്ററാണ്, പൊങ്ങത്തിനെ സ്നേഹിച്ച് അവിടെ കടന്നു വന്നതാണ്. അപ്പൊ അവിടെയുള്ള ആ പ്ലോട്ടിലൊക്കെയും ഉള്ളത് ദൈവത്തിന്റെ കൃപയാൽ. അപ്പൊ അവിടെ ഞങ്ങളൊരു വലിയ ബോർഡ് വെച്ചു, എന്റെ ഹസ്ബൻഡിന്റെ എന്റെ പേര് വെച്ച് അതിൽ ഞങ്ങൾ എഴുതി, ആർക്കൊക്കെ ആർട്ടിഫിഷ്യൽ ലെഗ്സ് വേണോ, ആർട്ടിഫിഷ്യൽ ലെഗ്സ് വേണ്ടവര് ഞങ്ങളെ സമീപിക്കാം. അതുപോലെ തിമിര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്തു കൊടുക്കാനുള്ള ഒരു ഇത് ചെയ്തു. അതെനിക്ക് സപ്പോർട്ട് തന്നുകൊണ്ടിരുന്നത് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ആയിരുന്നു. 318D ആണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ നാളുകൾ അത് എനിക്ക് ആ സേവനം ചെയ്യുവാൻ ദൈവം എനിക്ക് സഹായിച്ചു.
അതിൽ വൺ ഓഫ് ദ മെയിൻ എൻ്റെ സ്നേഹിത അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഗവർണറായിരുന്നു സൂര്യപ്രഭ എന്ന് പറഞ്ഞിട്ടൊരു മേഡം, അഡ്വക്കേറ്റ് ആണ്. അവർ കോയമ്പത്തൂരാണ് സെറ്റിൽഡ് ആയിക്കണേ. അവരുടെ ഒരു പാലക്കാട് ടൗണിലുള്ള ഒരു ഇതാണ് ആർട്ടിഫിഷ്യൽ, അതായത് അവർ സ്വന്തമായിട്ടൊരു ആർട്ടിഫിഷ്യൽ ഇതാണ്. അവിടെ നിന്നാണ് മിക്കവാറും ഞാൻ ആളുകളെ അയച്ച് കാലുകളൊക്കെ വെക്കുന്നത്. അങ്ങനെ ഒരുപാട് ചാരിറ്റി അതിൽ കൂടെ ചെയ്യുന്നത്, ഒരുപാട് പേർക്ക് നന്മ അനുഭവിക്കാൻ ദൈവം സഹായിച്ചു. അതുപോലെ വീൽ ചെയർ കൊടുക്കേണ്ടവർക്ക് വീൽ ചെയർ കൊടുക്കാൻ സാധിച്ചു. സൈക്കിൾ വേണ്ട കുഞ്ഞുങ്ങൾക്ക് സൈക്കിൾ കൊടുക്കുവാൻ സഹായിച്ചു. വിദ്യാഭ്യാസ നികുതിക്കായി ദൈവത്തിന് വേണ്ടി ഞാൻ അത് ചെയ്തു. വിദ്യാഭ്യാസ സമാധാനത്തത്, പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കൊടുക്കാനുള്ള ചാരിറ്റീസ്, അതായത് വിവാഹ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെയും എനിക്ക് അതിൽ കൂടെ ചെയ്യാൻ സാധിക്കുന്നതോടൊപ്പം എനിക്കൊരു ചെറിയ പെൻഷൻ ഉണ്ട് വർഷം. എന്റെ ജോർജേട്ടൻ ആ പെൻഷൻ എടുക്കാറില്ല. അപ്പൊ അതിൽ കൂടെ എനിക്ക് ചാരിറ്റി ചെയ്യാൻ പറ്റും. മക്കളും എനിക്ക് സുവിശേഷ പ്രസംഗത്തിൽ ഇതിനുള്ള ദാഹമുള്ളത് കൊണ്ട് 2 മക്കളും എന്തെങ്കിലും എനിക്ക് തരും. ഈ കോൺട്രിബ്യൂഷനൊക്കെ ആകുമ്പോൾ എനിക്കൊരു മാസത്തേക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. അങ്ങനെ ഞാൻ വളരെ കരുതലോടുകൂടിയ പൈസ ചെലവാക്കി സൂക്ഷിച്ച് ഞാൻ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ ബ്ലഡിൽ അലിഞ്ഞ, കാരണം എന്റെ അമ്മ വളരെ ഭക്തയായ സ്ത്രീയാന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്റെ അമ്മച്ചിയുടെ സെയിം ഡിറ്റോയാണ് ഞാൻ. എന്റെ അമ്മച്ചി അതുപോലെ എന്നെ വളർത്തി, അതുപോലെ തന്നെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് എന്നെ പഠിപ്പിച്ചതൊക്കെ അങ്ങനെ അമ്മച്ചി എന്നെ പഠിപ്പിച്ച്. പിന്നെ സിസ്റ്റർമാർ അതിന്റെ ഒരു ഭാഗമായിരുന്നു. ചെറിയത് മുതലേ നമ്മൾ ആ ഭക്തിയിൽ വളർത്താനൊക്കെ കഴിഞ്ഞൊരു ഭാഗ്യം. അങ്ങനെ അതുകൊണ്ട് വളരെ നല്ല കാര്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 3 പ്ലോട്ട് എന്ന് പറയുന്നത്, ഒരു പ്ലോട്ട് ദൈവകൃപയാൽ എൻ്റെ ഹസ്ബൻഡിന്റെ 60ാമത്തെ പിറന്നാളിന് എൻ്റെ ഹസ്ബൻഡ് 60 പ്രൊജക്ട് ചെയ്യുവാൻ ദൈവം ഭാഗ്യം. 60 പ്രൊജക്ട്. അതിൽ ഏറ്റവും മേജർ പ്രൊജക്റ്റ് ആയിരുന്നു. 21 സെന്റ് സ്ഥലവും 21 ലിങ്കും ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ ഹസ്ബൻഡ് 5 കുടുംബത്തിന് ഭവനം വെക്കുവാൻ സ്ഥലം ഷെയർ ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഉള്ളിലെല്ലാം വഴിയിട്ട് കൊടുത്തു. അങ്ങനെ ആ ഒരു ചാരിറ്റി ചെയ്യുവാൻ ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ചു. അതിനോടൊപ്പം ഒരുപാട് ചാരിറ്റി ഞങ്ങൾ ചെയ്തു. 60 പ്രൊജക്ട് അല്ലേ വർഷം. അപ്പൊ അതിൽ ഞങ്ങൾ ചെയ്തു. അതിൽ മേജർ പ്രൊജക്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് അതിന് പഞ്ചായത്ത് ഞങ്ങൾ ഓണർ ചെയ്തു. ഓണർ ചെയ്ത് ഭൂമിയിലൊരു കാര്യം കഴിഞ്ഞാൽ അതിന്റെയൊക്കെ പല പല ഓണർഷിപ്പുകൾ ഇതിനേക്കാളും വലുതാണ് അപ്പുറത്തിരിക്കുന്നത്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു മെമന്റോസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇത് എന്റെ മാത്രം അവിടെ ഫ്രണ്ടിലും ഉണ്ട് വലിയൊരു ക്യാബിൻ ഉണ്ട്. പിന്നെ ഇവിടെ ടേബിളിൽ ഹസ്ബൻഡിന്റെ അവാർഡ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവം ഒരു കുടുംബത്തെ കണ്ടപ്പോ ദൈവം ഒത്തിരി കാര്യങ്ങൾ കർത്താവിന്റെ നാമഹത്വത്തിനായിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തൊരു കാര്യമാണ് മെമന്റോയുടെ ഒരു ഇത് പറഞ്ഞത്. ഞങ്ങളുടെ ഫാമിലിയുടെ ഫോട്ടോയുടെ പുറകിലിരിക്കുന്നത്. അവരില്ലാതെ ഞങ്ങളില്ലാതെ അവരില്ല. കാരണം ആ നല്ലൊരു കുടുംബത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊക്കെ തന്നത് കർത്താവാ. നമുക്ക് തന്നതൊക്കെ കർത്താവ്. പക്ഷേ ഈ കർത്താവിന്റെ നാമമഹത്വത്തിനായി നമ്മൾ ഇനി ജീവിക്കണം. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഈ 3 മണിക്കൊക്കെ എഴുന്നേക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് എല്ലാ ദിവസവും എന്റെ സഹോദരിമാരിപ്പോ ഈ ലിങ്ക് കേൾക്കുമല്ലോ, അവര് പറയും, ആന്റി തൊങ്ങി വലിഞ്ഞ് ആന്റി പ്രാർത്ഥനയ്ക്ക് കേട്ട് ലീഡ് ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ ഉറക്കത്തിൽ ഇരിക്കാൻ സാധിക്കും ആന്റി എന്ന് ചോദിക്കും. അതൊരു കൃപ. ഭാഷകന് ഇരിക്കണമെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കും. ഞങ്ങൾ മിഷണറി ട്രിപ്പിനൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചാബിൽ പോയപ്പോ ട്രെയിനിൽ വെച്ച് എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. ഞാൻ ഇതായിപ്പോയി പക്ഷേ. അങ്ങനെ ഞങ്ങളുടെ സഹോദരിമാരൊക്കെ എന്നെ താങ്ങിയാണ് അവിടെ പഞ്ചാബ് വരെ കൊണ്ടുപോയത്. ആ പഞ്ചാബിൽ ചെന്ന് പക്ഷെ മിനിസ്ട്രിക്ക് നിന്ന് കഴിഞ്ഞപ്പോൾ 2 മണിക്കൂർ നിന്ന് പ്രസംഗിക്കാൻ ദൈവം ഭാഗ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇതാണ് മെമന്റോസിന്റെ കാര്യങ്ങൾ. കർത്താവ് അനുഗ്രഹിക്കുക. YMC എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ പ്രസ്ഥാനത്തിൽ ഞാനുണ്ട്. ആ YMCA പ്രസ്ഥാനത്തില് അനുഗ്രഹിക്കപ്പെട്ട പോസ്റ്റായിരുന്നു. നമുക്കറിയാം, ഏഷ്യൻ പസഫിക്കിന്റെ ഒരു ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് നിൽക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതുപോലെ തന്നെ YMCA ഇന്റർനാഷണൽ ചെയർപേഴ്സൺ ആയിട്ട്, അതായത് റീജിയന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിൽക്കുവാൻ എനിക്ക് ഭാഗ്യം തന്നു. പിന്നെ നാഷണലിലെ വിമൻസ് ഫോറം പ്രസിഡന്റ് ആയിരുന്നു, വിമൻസ് ഫോറം കൺവീനർ ആയിരുന്നു. ഒരുപാട് സ്ഥാനങ്ങൾ YMCAയിലും ദൈവം എനിക്ക് തന്നു. YMCA എന്ന് പറയുമ്പോൾ യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ പോലെ ഒരു ഇതല്ല. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സംഘടനാ പ്രവർത്തനം, ക്രിസ്തീയ സംഘടനാ പ്രവർത്തനം കൂടിയാണ്. അവിടെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഭാഗ്യം തന്നു. ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഓരോ സമയം അധികാരത്തിലായാലും എന്ത് കാര്യത്തിലായാലും കർത്താവ് എന്നെ ഉപയോഗിക്കുന്ന സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഇപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ 200 കുഞ്ഞുങ്ങൾ എന്നെ ഈ ഒരു കഴിവില്ലാത്ത എന്നെ എന്താ പറയാ സഹകരിച്ച് ആ ജെറുസലേം പ്രെയർ സെല്ല് ഈ പ്രഭാതത്തിൽ കയറാനും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ചിടാനൊക്കെയും അവർ കാണിക്കുന്ന വലിയ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് സ്റ്റേറ്റ് ലീഡേഴ്സിന് ഞാൻ നന്ദി പറയാണ് പാസ്റ്റർ ഈ സമയം. കാരണം അവരില്ലാതെ ഈ പ്രെയർ സെല്ല് മുന്നിലേക്ക് പോകാൻ പറ്റില്ല. ഡിസ്ട്രിക്ട് ലീഡേഴ്സ് ഇല്ലാതെ ഈ പ്രെയർ സെല്ല് മുന്നിലേക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ 3-4 ദിവസം ഞാൻ കാലിന് ഫ്രാക്ചറായിട്ടും കണ്ണിന് ബുദ്ധിമുട്ടായിട്ടൊക്കെ ഇരുന്നപ്പോൾ അവർ തന്നെ ഈ പ്രെയർ സെല്ല് നയിച്ചത്. കർത്താവിനെ അറിഞ്ഞവർ കർത്താവിന് വേണ്ടി ജീവിക്കും. നിശ്ചയമായിട്ട് അവരൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യുന്നതാണ്. അവരെല്ലാവരും ഇത്തരത്തിൽ ഓർക്കുന്നു. പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു ആന്റി.
ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന, ആൻറ്റി പറഞ്ഞതുപോലെ കിട്ടുന്ന പെൻഷനും മറ്റ് ചെറിയ ചെറിയ വരുമാനങ്ങളെല്ലാം കൂട്ടി വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇപ്പം ഞാൻ പ്രേക്ഷകരോട് പറയാം, നിങ്ങൾക്ക് ഒരുപക്ഷെ വലിയ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിലും നമ്മുടെ ചെറിയ ചെറിയ നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ചാരിറ്റി എന്ന് ഞാൻ വിളിക്കുന്നില്ല, നന്മ, അത് ഓരോ മുഖങ്ങളിൽ തരുന്ന പുഞ്ചിരി, ആ ഒരു ഒരു സ്മൈൽ, അതാണ് നമ്മുടെ പ്രതിഫലം എന്ന് പറയുന്നത്. അല്ലാതെ അത് പൈസ കൊടുത്താൽ കിട്ടത്തില്ല. ആ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ അത് കിട്ടത്തില്ല. ആൻറ്റിയുടെ ആ സാക്ഷ്യത്തിൻ്റെ അവസാന ഭാഗം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത്. വിട്ടുപോയ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അത്യാവശ്യം അല്പസമയം കൊണ്ട് എടുത്ത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രേക്ഷകർ കേൾക്കേണ്ടത്, വിട്ടുപോയ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ആൻറ്റിക്ക് ഒന്ന് പറയാം. ഞാൻ AG ചർച്ച് ചാലക്കുടിയിലാട്ടോ. അത് ഞാൻ പറയണല്ലോ, ദൈവസഭയിൽ ഞാൻ ദൈവകൃപയാൽ എൻ്റെ പൊങ്ങത്ത് തന്നെ എനിക്ക് ഒരു 2004 ഞാൻ സ്ഥാനപ്പെടുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ചർച്ച് കർത്താവ് തന്നു, പൊങ്ങത്ത് തന്നെ. അത് AG ചർച്ച്. പാസ്റ്റർ കുഞ്ഞുമ്മനായിരുന്നു അന്നത്തെ ഞങ്ങളുടെ പാസ്റ്റർ. പക്ഷെ കൃപയാൽ അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. പക്ഷെ എൻ്റെ മോൻ അയർലൻഡിലേക്ക് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ അയർലൻഡിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഇത് ഒരു എന്താ പറയാ, ആ ചർച്ച്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കർത്താവിന്റെ സാധനത്തിൽ എപ്പോഴും ദുഷ്ടപിശാചിന്റെ ഒരു നോട്ടം ഉണ്ടാവും. അങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന സഭകൾ ഉണ്ടായി അവിടെ. പിന്നെ അവസാനം ഞങ്ങൾ AGയിലായതുകൊണ്ട് ഞങ്ങൾ വീണ്ടും AGയിലേക്ക് തന്നെ പോയി. കുറച്ചാളെ ഇപ്പോഴത്തെ വീണ്ടും പ്രവർത്തനം നിന്നുപോയി. അപ്പൊ ഞങ്ങളുടെ സഭാ പാസ്റ്ററുടെ പേര് പാസ്റ്റർ കുര്യാക്കോസ് KC. അദ്ദേഹം ഒരു കർത്താവിനെ അറിഞ്ഞ ഒരു വൈദികരായിരുന്നു. അദ്ദേഹത്തിന്റെ എത്രയോ വർഷത്തെ ജീവിതത്തിൽ നിന്നാണ് അദ്ദേഹം ദൈവത്തെ അറിഞ്ഞതും അദ്ദേഹം ആ സഭ വിട്ടു പോകുന്നതും. അത് വളരെ നല്ലൊരു ഇതാണ് അച്ഛന്റെ സാക്ഷ്യം. അപ്പൊ പാസ്റ്ററാണ് ഇപ്പൊ അവിടെയാണ് ഞാൻ കൂടി വരുന്നത്. ഞങ്ങൾ 100-ൽ പരം എനിക്ക് തോന്നുന്നു സഭാ മെമ്പേഴ്സ് ഉണ്ട്. ഒരുപാട് വലിയൊരു ചർച്ച് ചാലക്കുടി KSRTC തൊട്ടിപ്പുറത്ത് തന്നെയാണ്. ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും സഭയിൽ വരണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വരാം. KSRTC ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ സഭ നിൽക്കുന്നത്, AG ചർച്ച് ഓഫ് ചാലക്കുടി. അവിടേക്ക് നിങ്ങൾക്ക് ആരാധനയ്ക്ക് കടന്നു വരാം. എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട്, എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥനയുണ്ട്. അല്ലാത്ത പ്രത്യേക സ്പെഷ്യൽ മീറ്റിങ്ങുകളൊക്കെ അവിടെ പ്രാർത്ഥനയുണ്ടെന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ്. സഭാപ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് കൈത്താങ്ങാകുവാൻ ദൈവം തരുന്ന ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഭ വീണ്ടും വളരുവാനും അനേകം ആത്മാക്കളെ ലഭിക്കുവാനും പ്രാർത്ഥനയെ ചോദിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാൻ ഞാനായിരിക്കുന്നത്, അപ്പൊ ഞങ്ങളുടെ പൊങ്ങത്ത് അങ്ങനെ സഭ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. അവസാനം കുറച്ച് നാൾ ഒരു വർഷക്കാലം അത് സഭാപ്രവർത്തനം ഇല്ലാണ്ട്, അല്ല ഒരു വർഷം നിന്നില്ല, അതിനേക്കാളും വേറൊരു കൂട്ടർ വന്നു. പക്ഷെ അവര് പോയി കഴിഞ്ഞ അപ്പം തന്നെ ഒരു പാസ്റ്റർ ദൈവാലോചന പ്രകാരം അദ്ദേഹത്തെ ദർശനം കാണിച്ച ഒരു പാസ്റ്റർ വന്നു. അതാണ് പാസ്റ്റർ അനിൽ എബ്രാഹിം. അദ്ദേഹത്തിന്റെ ഭാര്യ സിസ്റ്റർ ആൻസി, 2 കുഞ്ഞുങ്ങള്, അവരിവിടെ കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ദേവദാസനാണ്. വളരെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ. ഞങ്ങൾക്ക് അവിടെ ഒരു മിനി കൺവെൻഷൻ നടത്താൻ ഭാഗ്യം കിട്ടി. ഞങ്ങൾ ദൈവം അനുവദിച്ച 2027 മെയ്യില് കൺവെൻഷൻ നടത്താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ സഭ വളരെ ഭംഗിയായിട്ട്, കുറച്ച് പേരേ ഉള്ളൂ പാസ്റ്റർ, ഇപ്പോഴൊന്നും പുതിയ മെമ്പേഴ്സ് വന്നല്ലേ, കുറച്ച് പേര് ഇങ്ങനെ അവിടെ നിന്നൊക്കെ ആയിട്ട് വരുന്നവരേ ഉള്ളൂ. പാസ്റ്റർ എന്തായാലും പൊങ്ങത്തുനിന്ന്, അതൊരു കത്തോലിക്ക ബെൽറ്റുള്ള വലിയൊരു സ്ഥലമാണത്. മംഗലശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇടവകയാണ്. അവിടെ നിന്ന് കത്തോലിക്കര് നിറയെ തിങ്ങിപ്പാർക്കുന്ന, ജാതികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. കൊരട്ടി പഞ്ചായത്തിലെ ഒരു ഏരിയയാണ്. അപ്പൊ അവിടെ നിന്ന് അനേകർ ക്രിസ്തുവിന് വേണ്ടി വിടുവിക്കപ്പെടണം. നിങ്ങൾ എന്നെ കേൾക്കുന്ന വിശ്വാസികളൊക്കെ ഇത് പ്രാർത്ഥിക്കണം, ഈ ദേശം അനുഗ്രഹിക്കപ്പെടണം. അതുകൊണ്ട് പാസ്റ്റർ അനിലിന്റെ ആ കാല് കുത്തിയതും ഈ ഭൂമി അനുഗ്രഹിക്കപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്താൽ അത് വീണ്ടും കർത്താവിന് വേണ്ടി അവർ പ്രവർത്തനം സജീവമാകുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ എന്റെ സാക്ഷ്യം പറയണമെങ്കിൽ എനിക്ക് എപ്പോഴും ഗോസ്പൽ വർക്കിനാണ് പാസ്റ്ററെ ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങള് ജെറുസലേം പ്രയർ സെല്ലിന്റെ പേരിൽ ഞങ്ങൾ 14 ഡിസ്ട്രിക്റ്റിലും പോയി ഞങ്ങള് പരസ്യ ശുശ്രൂഷ ചെയ്തു. കർത്താവിന് മഹത്വീകരിച്ചു. അവിടെയെല്ലാം ഓരോ ഡിസ്ട്രിക്റ്റിലും ഞങ്ങള് മിനി കൺവെൻഷൻസ് വെച്ചുകൊണ്ടിരുന്നു. അതിന്റെ പൂർത്തീകരണമായിട്ടാണ് ഫെബ്രുവരി 25-ാം തീയതി ഞങ്ങളുടെ ഈ നാട്ടില്, അതിന്റെ തൃശ്ശൂരാണ് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതുകൊണ്ട് തൃശ്ശൂർ വെച്ച് ആ പരസ്യയോഗം നടത്തുവാൻ ദൈവം ഭാഗ്യം തന്നു. ആ പരസ്യയോഗത്തിൽ ഞങ്ങളുടെ ഒരു മിനി കൺവെൻഷൻ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഇതായിട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് കൃപ തന്നു ദൈവം. അവിടെയും ദൈവത്തിന് മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചു. ഒക്കെയും ജെറുസലേം പ്രയർ സെല്ലിലെ സഹോദരിമാരാണ് നമുക്ക് സപ്പോർട്ട്. അവിടെ ഞങ്ങൾ കൊരട്ടിയിലൊക്കെ പോയി, ജംഗ്ഷനിലൊക്കെ പോയി ദൈവത്തിന്റെ വചനമൊക്കെ പറയാൻ പറ്റാന്നുള്ള വലിയൊരു കാര്യമാണ്. ഞങ്ങൾ പെർമിഷനൊക്കെ എടുത്താൽ പോയത്, കാരണം സ്ത്രീകൾ തന്നെയാകുമ്പോൾ ആരെങ്കിലും വന്ന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയാലെന്ന് വെച്ചാൽ ചെറിയ മൈക്കൊക്കെ ആണെങ്കിലും ഞങ്ങൾ ബുദ്ധിമുട്ടിയാലും ഞങ്ങൾ അങ്ങനെ ചെയ്തു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാൻ ഞങ്ങൾ ചെയ്യുന്നു വേലകളാണ്.
എന്തായാലും ദൈവവചനത്തിൽ അടിസ്ഥാനപരമായിട്ട് നിൽക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം നിൽക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. തലമുറകളെ, കൊച്ചുമക്കളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണം. ശരി ആൻറ്റി, ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ ആൻറ്റിക്ക് സാവകാശം ദൈവം ഒരുക്കിയല്ലോ. ഇനിയും കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആൻറ്റിക്ക് തന്നെ ചുരുക്കമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആൻറ്റി തന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധരേ, സ്തോത്രം 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 സ്തോത്രം. നിത്യനും പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് കർത്താവ് മക്കളായി ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, അടിയനെ കേട്ട കർത്താവെ, എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. ലുദിയയുടെ ഹൃദയത്തെ തുറന്ന കർത്താവെ, അടിയൻ പറഞ്ഞ കാര്യങ്ങളും കർത്താവ്, അടിയൻ പറഞ്ഞ വചനവും സാക്ഷ്യവും ഒക്കെയും കർത്താവെ ദൈവജനത്തിന്റെ ഹൃദയത്തിലേക്ക് കടന്നു കർത്താവെ, എന്നെ കേട്ട എല്ലാവരുടെയും കർത്താവെ, ഈ ചാനൽ കർത്താവെ ശ്രദ്ധിക്കുന്ന ജനത്തിന്റെ ഹൃദയത്തെ തുറന്ന് കർത്താവ് ഏറ്റെടുക്കാനുള്ള ഒരു കൃപ, യേശു മാത്രം ഏക സത്യ ദൈവം എന്നുള്ള ആ രക്ഷകൻ യേശു മാത്രം എന്നുള്ള സത്യബോധം കർത്താവ് എല്ലാവർക്കും ദൈവം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കൃപാലുവായ ദൈവത്തിന്റെ കരുണയും മനസ്സലിയുമാണ് കർത്താവെ ഞങ്ങൾ ഭൂമി പരപ്പിലായിരിക്കുന്നത്. അങ്ങയുടെ കർത്താവെ, ബലമുള്ള വലതുകരം കീഴിൽ കർത്താവെ ഞങ്ങളായിരിക്കുവാൻ, ഞങ്ങളെ സഹായിക്കുവാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട ഫിനിപ്പാസ്റ്റേ കർത്താവ്, ഷാജി സിസ്റ്ററേയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ചാനലിലെ ദൈവം അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട അനുഭവ സാക്ഷികളെ കൊണ്ട് കർത്താവെ അനുഗ്രഹമായി തീരുവാൻ ആ ചാനലിലെ കർത്താവെ അനേകർക്ക് അത് അനുഗ്രഹമായി തീരുവാൻ ദൈവം അവർ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം മക്കൾ കൊടുക്കുന്ന എല്ലാ കൃപകൾക്കുമായി നന്ദി പറയുന്നു. അടിയന്റെ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തലമുറകളെ, കൊച്ചുമക്കളെയൊക്കെ ദൈവം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന് കർത്താവ് ദാനമായി തന്ന ജെറുസലേം പ്രേയർസിൽ കർത്താവെ അനുഗ്രഹമായ രീതിയിൽ നടക്കുവാൻ, അത് കർത്താവിന്റെ നാമത്തിൽ ഉയർത്തുന്ന കർത്താവെ പ്രേയർസലായി തീരുവാൻ ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദേശം പൊങ്ങൻ ദേശമാണ്. അവിടെ നടത്തുന്ന കർത്താവെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഓരോ കർത്താവിന് പ്രീതികരമായി തീർന്ന് അനേകം ആത്മാക്കൾ കർത്താവെ ഈ ഇടവകയിൽ നിന്ന് തന്നെ കിട്ടുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേട്ട എല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് സ്തോത്രത്തോടെ അവരേത് വിഷയത്തിന്മേൽ ഭാരപ്പെട്ടിരിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ അവരെ ദൈവം അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക വിഷയത്തിന്മേലായിരിക്കാം കർത്താവെ, തലമുറകളുടെ വിഷയത്തിന്മേലായിരിക്കാം, അവിടെയെല്ലാം കർത്താവിന്റെ കരം തൊട്ട് അവരെ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഭർത്താക്കന്മാരുടെ മദ്യപാനമായിരിക്കാം കർത്താവെ, ആത്മഹത്യാ പ്രവണതയായിരിക്കാം, ഏത് വിഷയമായാലും കർത്താവെ അങ്ങയുടെ പൊൻകരം തൊട്ട് അവരെ സൗഖ്യമാക്കണമേ. അതിൽ നിന്നൊരു വിടുതൽ അവർക്ക് കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തലമുറകളുടെ നന്മ കണ്ട് ഓരോ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി തീരുവാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മദ്യപാനശീലമുള്ള, മയക്കുമരുന്ന് ശീലമുള്ള തലമുറകളെ ഈ സമയം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരു വിടുതൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ശ്രദ്ധ വെച്ച് കേട്ട് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, ഉത്തരം തരുമാറാകണമേ സ്വർഗീയ പിതാവേ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസ കാവൽ നാം എല്ലാവരുടെ മേലും പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ എലിസബത്ത് ആന്റിയുടെ മേൽ, തന്റെ കുടുംബത്തിന് മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ആന്റി. ദൈവം സഹായിക്കട്ടെ. ഇത്രയും സമയങ്ങൾ ഞങ്ങളോട്, അതെ അതെ, താങ്ക് യു. പ്രേക്ഷകരോട് എല്ലാം നന്ദി പറയുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.